വലത്തോട്ട് തിരിക്കടാ, വലത്തോട്ട് തിരിക്കടാ. വലത്തോട്ടാണ് തിരിക്കണം. നീ ഒന്ന് കറക്റ്റ് പറ. വലത്തോട്ടെന്ന് പറയാം, വലത്തോട്ടല്ലേ തിരിക്കണേ? നീ പതിയെ തിരിക്കുന്നില്ല. ഇത് വെറുതെ ആവശ്യമില്ല. അനക്കല്ലേ അനക്കല്ലേ അനക്കല്ലേ. അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. കേരളത്തിന്റെ നിരന്തര ആവശ്യപ്രകാരം വരൾച്ചയെ പറ്റി പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. ഇപ്പോൾ കിട്ടിയ വാർത്ത, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രധാനമന്ത്രിയും ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. നീ എന്തിനാ അനക്കിയത്? ഞാൻ എങ്ങനെ പിടിക്കണം? നീ ഒന്ന് പറ. നീ വന്ന് പിടിക്കും. എനിക്കിത് കാണും. പിന്നെ അപ്പൊ എനിക്ക് കാണണ്ടേ? എടാ നീ അവിടെ നിന്ന് കറക്റ്റ് പിടി. അങ്ങനെ പിടിച്ചു. അനക്കല്ലേ അനക്കല്ലേ നടന്ന കത്തിക്കുത്തിൽ ഇരുവരും തൽക്ഷണം മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 1136 രൂപ, വെള്ളി 14 രൂപ. സ്വർണത്തിന് വീണ്ടും വില ഓടിയാട്ടാ. എങ്ങനെ കെട്ടിച്ചു വിടുവോ എന്തോ. നടൻ വരണടാ. നാടകം ശൂരനാട് സോമം വരണം. ഇന്നലെ എവിടെയാണെന്തോ നാടകം. ഇവനൊക്കെ ഇത് എന്താ കാണാൻ? എഴുന്നിട്ട് പോയില്ല. ചുമ്മാ വായി നോക്കിയിരിക്കുക അവിടെ. കഷ്ടം. ഇന്നലെ എവിടെയായിരുന്നു പരിപാടി? എവിടെയായിരുന്നു ഇന്നലെ? 2 നാടകമായിരുന്നു കേട്ടോ. ആദ്യം നാടകം നടന്നു, ആന പുരണ്ടു, നടന്നില്ല. രണ്ടാമത്തെ നാടകം കോരിച്ചൊരിയുന്ന മഴ, അവിടെയും നാടകം നടന്നില്ല. അപ്പൊ ഇന്നലെ രക്ഷപ്പെട്ടു. അതാടാ സോമനെ, നീ കളിയാക്കുവാണോ? എടാ പള്ളിപ്പാടാണെന്ന് മെനിഞ്ഞാൻ നടന്ന സ്റ്റേജില് ഞാൻ ഹൃദയം പൊട്ടിക്കറിയുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് 2 പേരും വന്നൊന്ന് കാണണമായിരുന്നു. എന്റെ സഹപ്രവർത്തകർ മുഴുവൻ പറഞ്ഞു, സോമ കരച്ചിൽ നിർത്ത്. ഞാൻ നിർത്തിയില്ല. ഓഡിയൻസ് മൊത്തം എഴുന്നിട്ട് പറഞ്ഞു, കരച്ചിൽ നിർത്തണ സോമ. നിർത്തിയില്ല. അവസാനം ക്ഷേത്രത്തിന്റെ കമ്പറ്റിക്കാരും മൊത്തം ആൾക്കാരും വന്നിട്ട് എന്റെ കാൽക്കം വന്ന് വീണിട്ട് പറഞ്ഞു, സോമ അമ്മാതെ നിർത്ത. അവിടെ നിർത്തിയില്ല. അവസാനം അമ്പലത്തിൽ തിരുമേനി വന്ന് കയ്യിലെ കെട്ടയച്ചു വിട്ടപ്പോഴാണ് കരച്ചിൽ നിർത്തിയത്. ഒരു നാടകരുടെ നീ കളിയാക്കുവാണോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞാലേ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ അടുത്തൊരു ക്ലബ്ബിൽ പരിപാടി ഉണ്ടായില്ലേ? ക്ലബ്ബ് മാറമ്പള്ളിയിൽ. എന്റെ പൊന്നാ നാടകം കണ്ടില്ലേ? ഫുൾ ഡയലോഗ് തെറ്റായിരുന്നു. ഫുൾ ഡയലോഗ്. നാടകത്തിന്റെ പേര് നീ ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല. എന്തായിരുന്നു പേര്? അറിയില്ല. അക്ഷരത്തെറ്റ്. അപ്പൊ തെറ്റും. അങ്ങനെ ഡയലോഗ്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനൗൺസ്മെന്റ് വരെ തെറ്റണ ഒരു നാടകം കാണുന്നത്. നമ്മുടെ ഈ വായനശാലയുടെ ഫ്രണ്ടിലെ നിങ്ങളെ ഞാൻ പ്രാന്തൻ എന്ന് പറഞ്ഞൊരു നാടകത്തിന്റെ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചില്ലായിരുന്നു? ആ നാടകം പിന്നെ എന്തോന്നായണ? ഇല്ലടാ, അതെ 1 മാസത്തെ ക്യാമ്പായിരുന്നു നാടകം. പക്ഷേ ഒറ്റ ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോഴേ ഈ പ്രൊഡ്യൂസറിന് ഭ്രാന്തായി പോയി. അങ്ങനെ നാടകം നീ പോയത് തിരികെ വാർത്ത കാണാൻ. നേരെ തിരിക്കണം. തിരിക്കാൻ തിരിച്ചോണ്ട് പോര്. പറ കറക്റ്റ് ആയിട്ടുള്ളത് കാണാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ശൂരനാട് സോമൻ എന്ന സുന്ദരനും സുമുഖനും കുടുംബസ്നേഹിയുമായ യുവാവിനെ കാണാനില്ല. കാണാതാകുമ്പോൾ കറുത്ത പാന്റും കളകളം ഷർട്ടുമായിരുന്നു വേഷം. നിങ്ങളല്ലേ ഇത്? അത് ഞാനാ. നിനക്കറിയോ, എന്റെ കൂടെ നാടകം കളിക്കുന്ന സകലമാന ആൾക്കാരും സിനിമയിൽ കയറി. എനിക്ക് ടിവിക്കത്തെങ്കിലും കയറണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുത്തതാ. എന്താ സിനിമയെ കയറാനുള്ള എളുപ്പ വഴി മിമിക്രിയാണ്. അതെ, ആണോ? കലാഭവനിൽ മിമിക്രി കളിച്ചു കിടന്ന പെരുമ്പാവൂരുകാരൻ പയ്യൻ ജയറാം ഇപ്പൊ സിനിമയെ കയറി. ആണോ? അപ്പോൾ മിമിക്രി കയറിയാൽ സിനിമയിൽ കയറാം. അപ്പൊ കോമഡി മാസ്റ്റേഴ്സ് മെഗാ ചാർജ് ഇവന്റില് നമ്മള് മിമിക്രി മേഖലയുടെ വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 70കൾ കണ്ടു, നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ഓർമ്മകൾ നമ്മൾ അയവിറക്കി. ഇനി നമ്മൾ പോകുന്നത് 80കളിലേക്കാണ് അല്ലെ? ശരിക്കും കോമഡിയുടെ ഒരു അല്ലെങ്കിൽ മിമിക്രിയുടെ ഒരു സുവർണ്ണ കാലഘട്ടം നമുക്ക് പറയാം അല്ലേ? അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നത് മിമിക്രി തന്നെയാണ്. മിമിക്രിയിലൂടെ സിനിമാ രംഗത്തേക്ക് കടക്കാനുള്ളൊരു വലിയ വഴി ആ കാലഘട്ടത്തിൽ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ആൻഡ് ജയറാമേട്ടനും സൈനുദ്ദീൻ ചേട്ടനും പിന്നെ സിദ്ദീഖ് ലാൽ, ഹനീഫ ഇക്ക, അങ്ങനെ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഞാൻ വിട്ടുപോയ ഏതെങ്കിലും പേരുകളുണ്ടോ ഈ പറഞ്ഞതില്? ഒരുപാട് പേര് വിട്ടു. NF റീസ് പറഞ്ഞില്ല. അപ്പൊ ഇതില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ കാലഘട്ടത്തില് മലയാള സിനിമയിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു സംവിധായകന് തിരുവനന്തപുരത്തൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആരെന്ന് മനസ്സിലായോ? എക്സാക്ട്ലി അത്. ഇവിടെ
മിമിക്രിയുടെ ചരിത്രങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തി. ഫോണിൽ ഗൂഗിൾ ഓൺ, അപ്പോ ഫോണിൽ ഗൂഗിൾ ഓൺ ആയിരിക്കുന്നു. ഓൺ ആകും, ഞാൻ ഓണായി വരുന്നേ ഉള്ളൂ. ആദ്യം ഗൂഗിൾ ഓൺ ആകും, അതിനുശേഷമാണ് ഞാൻ ഓൺ ആകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ. എന്താ ചോദ്യം ചെയ്യുന്നത്? മൈക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി പ്രതീക്ഷിക്കാം. ഇത്ര നേരം എന്റെ വായടച്ചു, എന്റെ മൈക്ക് ഓഫ് ആയിരുന്നു. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. കടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. പറഞ്ഞോളൂ. അതെ, ഇനി കുറച്ചു നേരം ഓഫ് ചെയ്യണേ. അപ്പോ ഇക്ക പറഞ്ഞതുപോലെ തന്നെ ടി.കെ. രാജീവ് കുമാർ സാർ ആണ് ആ ഒരു പ്രതിഭ. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മോടൊപ്പം ആവശ്യമാണ്. പക്ഷെ ഇപ്പോ ശബ്ദത്തിലൂടെയും അല്ലെങ്കിൽ ഒരു വിഷ്വൽസിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആശംസകൾ നമ്മളോട് അറിയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ ഒന്ന് കാണാം അല്ലേ? പ്ലീസ്. കോട്ടയമാണ് എൻ്റെ സ്വദേശം. ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിൽ മോണോ ആക്ടിന് ഞാൻ പങ്കെടുക്കുന്നതും. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം മിമിക്രിയിലും. അങ്ങനെ മിമിക്രിയിൽ ഗോപാലകൃഷ്ണൻ ഞാൻ മോണോ ആക്ടിലുമായിട്ട് ആർട്സ് കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് യൂത്ത് ഫെസ്റ്റിന് പോവുകയും അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിമിക്രിയിലും മോണോ ആക്ടിനും അംഗീകാരങ്ങൾ കിട്ടുകയും സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനും ഗോപാലകൃഷ്ണനോട് ചേർന്നിട്ട് രണ്ടുപേരടങ്ങുന്ന ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങി. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഞങ്ങളൊരു കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പരിപാടി ആലോചിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വർഷത്തെ യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലെ മോണോ ആക്ട് മിമിക്രി ആൾക്കാരെ കൂടെ എല്ലാം എൻസംബിൾ ചെയ്തിട്ട് ശ്രീറാം എന്ന് പറഞ്ഞ് ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ഗായകൻ, ബാലൻ അദ്ദേഹം ഇന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, നന്ദൻ അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ടാക്കി. അതിന് സൂപ്പർ മിമിക്സ് എന്നായിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്തിരുന്ന പേര്. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം എനിക്ക് സിനിമ പഠിക്കണം, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആലപ്പുഴയിലുള്ള മൊഹമ്മ എന്ന സ്ഥലത്തൊരു പ്രോഗ്രാം നടത്താൻ പോകുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് ഈ നവോദയയിലുള്ള മാത്യു പോൾ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അദ്ദേഹം ഞങ്ങളുടെ പരിപാടി കാണുകയും പിറ്റേ ദിവസം ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നവോദയ അപ്പച്ച സാർ എന്നെ വിളിക്കുകയും 85 മുതൽ എൻ്റെ ആദ്യ സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നവോദയ എനിക്ക് തരികയും നവോദയയിലെ ജിജോയുടെ ബ്രദർ ജോസ് ഒരു കാർ യാത്രയിൽ എൻ്റെ അടുത്ത് വളരെ കാഷ്വലായിട്ട് ചോദിച്ചു, ഇങ്ങനെ രാജീവ് മിമിക്രിയൊക്കെ ചെയ്യുന്നതല്ലേ, എന്തുകൊണ്ട് മിമിക്രി വെച്ചിട്ടൊരു സിനിമ ആലോചിച്ചുകൂടാ, ഒരു കോമഡി, ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ആലോചിച്ചുകൂടാന്നൊരു വളരെ കാഷ്വലായിട്ട് ജോസുമാൻ ചോദിച്ചതിൽ നിന്നാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമ ചാണക്യൻ എന്ന സിനിമയുടെ തോട്ട് ആദ്യമായി അങ്ങനെ ഒരു മിമിക്രി വെച്ച് ആലോചിക്കാനായിട്ട് തോന്നിയത്. ആ സിനിമയിൽ ഞങ്ങളുടെ സൂപ്പർ മിക്സ് എന്നുള്ള ഗ്രൂപ്പ് ഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അതിൽ ആ ഗ്രൂപ്പിൽ ജയറാമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ജയറാമാണ് അതിനകത്ത് കമൽഹാസൻ ഉപയോഗിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ജയറാമിനെ കാസ്റ്റ് ചെയ്യായിരുന്നു. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മിമിക്രിയാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമയുടെ കഥാബീജം. ഞാനെന്ന സിനിമാ സംവിധായകൻ്റെ ഒരു ജനനം എന്ന് പറയുന്നതിന് ഞാൻ മിമിക്രി എന്ന കലയോടും മോണാക്ട് എന്ന കലയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എന്നിടയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇദ്ദേഹം ഒരു ട്രൂപ്പ് തുടങ്ങാനായിട്ട് ആരംഭിക്കുന്ന സമയത്താണ് ഞങ്ങൾ മിമിക്സ് പരേഡ് എന്ന ട്രൂപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ പത്മ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ സൈക്കിളിലാണ് കേട്ടോ, ഞങ്ങളിങ്ങനെ പുതിയ ട്രൂപ്പ് തുടങ്ങാൻ പോകണം രാജീവ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ എൻ്റെ പോസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ പുള്ളിയെ കയറ്റി ഞാൻ കൊണ്ടുവന്ന് ഈ പോസ്റ്റർ കാണിച്ചു കൊടുത്തു. തലേ ദിവസം ഞങ്ങൾ ഇതിന് വന്ന് ഒട്ടിച്ചതാണ്, അത് ഞാൻ പറഞ്ഞില്ല. ഇല്ല ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്തൊരു 84 കഴിഞ്ഞപ്പോൾ എന്നോട് ഒരിക്കൽ പറയുമായിരുന്നു. കാരണം ഈ മിമിക്രിയെ കുറിച്ചൊരു കഥ ഉണ്ടാക്കിയപ്പോൾ ഞാനാണ് ആദ്യം, അദ്ദേഹമാണ് ആദ്യം ചിന്തിച്ചത് ജയറാമിനെ കുറിച്ച്. ജയറാമിനെ എടുക്കാൻ പുള്ളി അന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം അവരെ നിന്നൊരു സിനിമ വന്നു, പത്മരാജൻ സംവിധാനം ചെയ്ത. അപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിന് പോയി. പക്ഷെ ഞാനിത് ആദ്യമേ ചിന്തിച്ചിരുന്നു എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഇനി അത് ആരോടത്തും പറയുന്നില്ല പ്രസാദെ എന്നെ അടുത്ത് പറഞ്ഞു. കാരണം അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആള് ജയറാം തന്നെയായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ പുള്ളി എപ്പോഴും വരുമായിരുന്നു വേണ്ടത്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചിരുന്നതാണ് ജയറാമിന്റെ ഫേസ്. പക്ഷെ അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ് പോയി, അദ്ദേഹം എടുത്തോട്ടെ, കുഴപ്പമില്ല. ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്താ ഒരു വലിയൊരു കലാകാരൻ നമുക്ക് ലഭിച്ചു അല്ലേ? സുരാജേട്ടനുണ്ട്, നോബിച്ചേട്ടനുണ്ട്, അസിസക്കേട്ട്, നമ്മൾ എല്ലാവരും ട്രിവാൻഡ്രത്തുകാരാണ്. ട്രിവാൻഡ്രത്ത് നിന്നും ഇങ്ങനെ മിമിക്രിയിലൂടെ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിയ ഒരു കലാകാരനെയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വലിയ സന്തോഷം. ഞാനത് എനിക്ക് കൂടുതൽ അറിവില്ലായിരുന്നു. അങ്ങനെ അവര് 4 പേര് 5 പേര് എന്റെ ആ കാലഘട്ടമൊക്കെ ഇപ്പൊ സൂപ്പർ മിമിക്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു പുതിയ അറിവാണ്. ഒരുപാട് സന്തോഷം തോന്നി. അത് മാത്രമല്ല, വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സ്വന്തം ട്രൂപ്പ് ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോൾ പുള്ളിയുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ പരിപാടി മിമിക്സ് പരേഡ് അവിടെ നടത്തി. വേറൊരു മനുഷ്യൻ ചെയ്യില്ലത്. കാരണം അവരവിടെ കത്തി നിൽക്കുക. ആ സമയത്ത് എറണാകുളത്ത് നിന്ന് ഒരു ട്രൂപ്പിനെ വിളിച്ചുകൊണ്ട് വന്ന് ജനങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതും സെനറ്റ് ഹാളിൽ.
അങ്ങനെ കാണിച്ച ഒരു വലിയ വിശാല മനസ്കൻ കൂടെയാണ് രാജീവ്. അടിപൊളി അടിപൊളി. അത് സുരാജൻ ചെയ്യാറുണ്ട്. ഇവിടുന്ന് ട്രൂപ്പിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് കളിപ്പിച്ചിട്ട് ആ ഐറ്റം അടിച്ചിട്ട് നമ്മൾ സൗദി പോയി കളിച്ചിട്ടുണ്ട്. അത് അവിടെ ഷോ ഏക്കാഞ്ഞിട്ട് ഇവിടുന്ന് ആളെ വിളിക്കുന്നത്. ഇതങ്ങനെയല്ല. ശരി. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ ആദ്യം ചോദ്യമായിട്ട് ചോദിക്കാം. ചാണക്യൻ എന്ന ചിത്രത്തിന് മുൻപ് കമലഹാസൻ സാറ് ഒരു ചിത്രത്തില് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് മിമിക്രി ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അന്ന് മിമിക്രി ഡബ് ചെയ്തത് ഒരു കലാകാരനാണ്. അദ്ദേഹം ആരെന്നറിയാം? അദ്ദേഹം ഒരു മലയാളിയാണ്. ആരാന്നറിയോ? പട്ടം സദൻ. സിറാജ് ഖാൻ correct ആണ്. പട്ടം സദൻ അദ്ദേഹമാണ് കമൽഹാസൻ സാറിന് വേണ്ടിയിട്ട് ആ ചിത്രത്തില് ആ രംഗങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമുക്കെന്നാ ഈ പറഞ്ഞ കമൽഹാസൻ സാറിന്റെ ആ വിഷ്വൽ ഒന്ന് കണ്ടാലോ? കാണാം. கொட்டும் முழக்கங்கள் கல்யாண மேளங்கள் கொண்டாட்டம் கேட்டதம்மா Singapore Airlines announced the arrival of flight SQ583. അപ്പൊ നമ്മൾ ഈ കണ്ട ഈ ഗാനരംഗം എന്ന് പറയുന്നത് അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. അതുമായിട്ട് കണക്റ്റഡ് ആണ് കേസ് പ്രസാദ്. അത് ഞാൻ ചോദിക്കാൻ വരുന്നത് ആക്ച്വലി. പഴയത് എന്ത് കാണിച്ചാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പ്രസാദിന് ഉണ്ടാവും. മിമിക്രി കാണിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക്കിന്റെ പേര് ചേർന്നു. എന്നിട്ട് ആ പാട്ട് പാടിയിട്ട് ഈ ശബ്ദങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചു. അപ്പൊ അത് കാരണം അതിലെ ശബ്ദങ്ങളൊക്കെ എനിക്ക് നല്ല ഫെമിലിയറാ ആയിരുന്നു. അതെ അതെ ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ജീനിയസ് ആൻസേഴ്സ് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് വന്നു. അതുപോലെ തന്നെ മലയാളത്തിലെ മിമിക്രി കലാ മേഖലയിലെ ഒരു ജീനിയസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മോടൊപ്പം സുരാജ് ഏട്ടനുണ്ട്. മിമിക്രിയിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന് നാഷണൽ അവാർഡ് നേടി. എന്നാൽ അത് ആദ്യം നമുക്ക് വേണ്ടി അഭിമാനപൂർവ്വം കരസ്ഥമാക്കിയ ഒരു പ്രതിഭയുണ്ട്. അദ്ദേഹം ഒരു നടനാണ്, സംവിധായകനാണ്, പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. വാക്കിലൂടെയും അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാപ്രതിഭയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സലീമേട്ടൻ. മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണീ നെഞ്ച തകർത്തടുക്കി പെട്ടിയിലാക്കിയില്ലേ പ്രഭാതം വിടരും നേരം കുളിച്ച് റെഡിയായി വന്നു കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ വരില്ല നീ നമ്മുടെ സ്വന്തം പ്രധാനിയായി നിന്ന് പരീക്ഷയിൽ ഞാൻ തുന്നാൻ പാടില്ലേ കൊട്ടാരത്തിൻ മുന്നിൽ പകച്ചു നിന്നു മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ വെൽക്കം ടു കോമഡി മാസ്റ്റർ
7 ഉമ്മ 3 6 ഞങ്ങൾക്കില്ലേ 2 ഉഗ്രനുമ്മ. എനിക്കും കൂടി. സലീം ഏട്ടന്റെ വരവ് കണ്ടപ്പോ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. നമ്മുടെ എനർജിയുടെ നെക്സ്റ്റ് സലീമേട്ടാ, നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. കൂട്ടുകാരും ജൂനിയേഴ്സ് സീനിയേഴ്സും എല്ലാരും ഉണ്ട്. അങ്ങോട്ടേക്ക് ഇരിക്കാട്ടോ. വിശേഷങ്ങൾ നാഷണൽ അവാർഡ് ഞങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നാഷണൽ അവാർഡ്, അവിടെ നിങ്ങൾ ബഹളം വെക്കല്ലേ. നാഷണൽ അവാർഡ് തമ്മിൽ ഒരു ഹായ് പറയണം. ശരിക്കും നാഷണൽ അവാർഡ്, സിനിമ, അതിന് മുമ്പും വളരെ ഹൃദ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഈ പറഞ്ഞു വന്ന 80s. സലീമേട്ടൻ സിനിമയിലേക്ക് വന്നത് 90s പക്ഷെ അദ്ദേഹം അതിന് മുൻപ് ഈ പറഞ്ഞതുപോലെ യുവജനോത്സവങ്ങൾ മുതൽ മിമിക്രി കലാമേഖല, ഹാസ്യ കലാമേഖലയിൽ വളരെ സജീവമായിട്ട് ഒരാളായിരുന്നു സലീമേട്ടൻ, അല്ലേ? ചേട്ടൻ ആരുടെ, നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന പ്രസാദേട്ടനൊക്കെ വളരെ സീനിയർ ആണല്ലോ. നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന പ്രസാദേട്ടന്റെ ഒക്കെ ആദ്യത്തെ കോമഡി അല്ലെങ്കിൽ പെർഫോമൻസ് കാണുന്നത് എപ്പോഴാണ്? പ്രസാദേട്ടന്റെ കലാഭവനിൽ വെച്ചാണ്. കലാഭവനില് 84 എന്റെ ഓർമ്മ. ഞാൻ SSLCക്ക് പഠിക്കുമ്പോ മൂത്തകുന്നം അമ്പലമുണ്ട്, അവിടെ കലാഭവന്റെ മിംസ് പരേഡ് വന്നു. അന്നാണ് പ്രസാദത്തിന്റെ ഒക്കെ പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളി. സലീമേട്ടൻ എപ്പോഴാണ് ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത്? അതെനിക്ക് ഓർമ്മയില്ല. എന്നാലും 10ാം ക്ലാസ് സ്കൂൾ കാലഘട്ടത്തിൽ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. എന്നായിരുന്നു അന്ന് ചെയ്തിരുന്നത്? അന്ന് ബാലേന്ദ്ര മേനോൻ, വി.കെ. എബ്രഹാം, ദുൽഖർ സൽമാൻ ഇപ്പൊ ചെയ്യും. പൂജപ്പുര രവി. ഒരു കഥാപ്രസംഗമുണ്ട്. ഒരു കഥാപ്രസംഗമുണ്ട്. അല്ല, ഇതൊന്നും അല്ല കേട്ടോ. സലീം കുമാർ അവതരിപ്പിച്ചത് ഇതൊന്നുമല്ല. കാരണം ആദ്യമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ കേരളത്തിൽ അവതരിപ്പിച്ചത് സലീം കുമാറായിരുന്നു. അത് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ 1ാം സമ്മാനം ലഭിച്ചത്. പക്ഷെ അന്ന് 2ാം സമ്മാനം ലഭിച്ചത് ആരാന്നറിയോ? പക്രുചേട്ടന്റെ പേര് പറയാനാണ്. പക്രുചേട്ടൻ. പിന്നെ 3ാം സമ്മാനം കിട്ടിയത് അവരൊന്നും രക്ഷപ്പെട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതായത് ആ കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം സലീമേട്ടൻ, 2ാം സമ്മാനം പക്രുചേട്ടൻ, 3ാം സമ്മാനം ടിനിച്ചേട്ടൻ. അടിപൊളി. പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് പോകുന്നത്? ഇതുപോലെ ഏതെങ്കിലും പെർഫോമൻസ് കണ്ടിട്ട് ഒരു വിളി വന്നിട്ടാണോ വരുന്നത്? അല്ല, ഇത് മനസ്സിലാക്കണോ, ഇവര് ഒന്നിനും കക്കാൻ പോകും, അല്ലെങ്കിൽ സിനിമക്ക് പോകും. അപ്പൊ നല്ലത് സിനിമക്ക് കയറ്റി വിട്ടേക്കാന്ന് വെച്ചിട്ട് വിട്ട് കാണും. അത് തന്നെ. പിന്നെ സലീമേട്ടൻ ഫൺ ഫാക്ട്സ് എന്ന് പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. സലീമേട്ടന്റെ വീടിന്റെ പേര് എന്താണെന്നറിയോ? ലാഫിംഗ് വില്ല. എന്താ വീട്ടിൽ എപ്പോഴും ചിരിയാണോ? വീട്ടിൽ ചിരിയല്ല, ചിരി വിറ്റ കാശ് കൊണ്ടാണല്ലോ വീട് പണിത്. അതുകൊണ്ട് അപ്പൊ അതിനോടൊരു നന്ദി രേഖപ്പെടുത്തുക. സെൻസ് അല്ലേ? അല്ല, ഈ ലാഫിംഗ് വില്ല എന്ന് പേരിട്ടപ്പോ തന്നെയാണ് ഈ പേര് വീടിനിട്ടത് അടിപൊളി. പക്ഷെ പിള്ളേരുടെ പേരിട്ടേക്കുന്ന ആരോമലും ചന്തു. യുദ്ധത്തിന് ഇറക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചോളൂ? എന്തുകൊണ്ടാണ് ആരോമലും ചന്തു എന്നിട്ടെ? അത് ചന്തു എന്നാണ് ആദ്യം ഇട്ടത്. അത് മമ്മൂക്കിനോടുള്ള ഒരു ആദരവിന്റെ പേരിലിട്ടാണ്. അതെ, വടക്കൻ വീരാദർ ചന്തു ആണ് അതിന് ഇൻസ്പിറേഷൻ. അപ്പൊ ചന്തു എന്ന് ഇട്ട് കഴിഞ്ഞപ്പോ അതിന് ചേർന്ന പേര് കെടുക്കട്ടെ ആരോമലി. ഞാൻ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് എന്റെ ഭാര്യനോട് പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ ചന്തു, പെൺകുട്ടിയാണെങ്കിൽ ആർച്ച. അപ്പൊ അടുത്ത കുട്ടിക്ക് ഇടാൻ വേണ്ടി ആർച്ച എന്ന് വെച്ചിരുന്നാണ്. അതും പെണ്ണായി പോയി, ആണായി പോയി. അപ്പൊ ആരോമൽ നിന്നിട്ട് അങ്ങനെ. സലീമേട്ടനൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അല്ലേ? ആ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. സലിയപ്പന്റെ ഒപ്പം ഞാൻ പ്രോഗ്രാമിനും ടി വി ഷോയിനും കൂടെ പിഷാരടി ആയിരുന്നു അതിന്റെ ലീഡർ. ഞാൻ വാർത്തെടുത്ത് കഷ്ടപ്പെട്ട് ഞാനൊരു പ്രോഗ്രാമിന് ചെല്ലുമ്പോ ഇവരുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാമാ. അന്ന് സത്യമാഷ അനുകരിക്കുന്ന പിഷാരടി. ശരിയായിട്ടില്ല. അത് പിഷാരടി, പഴയ പിഷാരടി മമ്മൂട്ടിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിഷാരടിയാണ് നമ്മുടെ വിഷയം. അവൻ ഭയങ്കര അങ്ങ് നടക്കുക. തൃപ്പൂണിത്തറയിൽ മമ്മൂട്ടി എടുക്കുന്ന ഒരുത്തരുണ്ട്. തൃപ്പൂണിത്തറ അമ്പലത്തിൽ വെച്ചിട്ട് എന്തോ ചോറിന്റെ പ്രശ്നത്തിൽ എന്തൊക്കെ ഉണ്ടായി.
ഇവൻ കത്തിയെടുത്തെന്നാണ് അവര് പറയണത് കമ്മിറ്റിക്കാരി. പക്ഷെ ഇവൻ കത്തിയൊന്നും എടുക്കൂല, അങ്ങനത്തെ ഒരാളൊന്നും അല്ല അവൻ. പക്ഷെ കമ്മിറ്റിക്കാരി ഇവനെ കയറ്റാൻ പറ്റും, തല്ലുവരത്തി തല്ലിയില്ല, ഇവനെ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്യും? അത് മമ്മൂട്ടി എന്ന് വെച്ചാൽ മെയിൻ വടക്കൻ വീരാണ് അവതരിപ്പിക്കണത്, അതിന് മമ്മൂട്ടിയായിട്ട് ഇവൻ ചെയ്യണം. അപ്പൊ ഒരു രക്ഷയില്ല, പരിപാടി പൊളിഞ്ഞു വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ട്രൂപ്പ് മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു പരിപാടി കയറിയിട്ടാന്ന് വെച്ച്. എന്ത് അവനെ കയറ്റാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കണത്. അപ്പൊ എന്ത് ചെയ്ത് പിഷാരടി കയറി. എന്റെ ദൈവമേ, പക്ഷെ അവൻ ഒരു ഡയലോഗ് പോലും തെറ്റിച്ചില്ല, രൂപത്തിലൊന്നും. ആ പരിപാടി ഭംഗിയായിട്ട് കൊണ്ടുപോയി. അതവന്റെ കഴിവാണ്. പ്രസാദ്, നിങ്ങൾ ആ സമയത്തൊക്കെ എവിടെയായിരുന്നു? ഒരു ക്യാമറ വെച്ച് അമ്പലത്തിൽ പരിപാടി ഇപ്പൊ നമ്മുടെ ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കിങ് അല്ലെങ്കിൽ ലീഡർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ ജീനിയസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഫുൾ ചേട്ടൻ പറഞ്ഞതുപോലെ വീടിന്റെ പേര് പറഞ്ഞ പോലെ ഒരു ലാഫിംഗ് വീല പോലെ ഒരു ലാഫിംഗ് ഫ്ലോർ ആയി മാറിയല്ലേ? കാരണമുണ്ട്. ഇപ്പൊ 2 സ്ഥലമുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന കോമഡികളാണ്. സലിമിടും പറയട്ടെ, ആണോ? അങ്ങനെയാണോ? ഞാൻ പോവാണേ. മറ്റേ ജോർജൊക്കെ ഞാൻ നോക്കി. അല്ലല്ല ഡയാന, അതല്ല. സലിമേട്ടൻ ഈ ടിനി ഏറി കയറിയ പിന്നെ ഒരുപാട് കാലമായി കണ്ടിട്ട്. അടുത്ത് കിട്ടിയ വല്ലപ്പോഴോ വരാറുള്ളൂ. അപ്പൊ ഒന്ന് ഞാനൊന്ന് കൊണ്ട് ആസ്വദിച്ചോട്ടെ. ഇനി അടുത്ത സത്യനാണ്. അല്ല അവിടുത്തെ അവിടെ മെമ്പർഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, സത്യൻ. അതിനൊരു തുടക്കം ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ. ഷാരടിയുടെ. നീ ആരുടെ കൂടെയാണ്? അവിടെയാണ്, ഇവിടെയാണ്? എപ്പ കൂടെ വന്നാലും തനിക്കിട്ട് പണി എടാ ഞാൻ നിന്റെ കൂടെ തന്നെ. സലിം ഭായി പറഞ്ഞില്ലേ ലാഫിംഗ് വില്ല എന്നിട്ട് ചിരിപ്പിച്ചുകൊണ്ട് വീട് വെച്ചെന്ന് പറഞ്ഞു. സത്യത്തിൽ പക്രുവിന്റെ ഗിന്നസ് പക്രുവിന്റെ വീടിന് റെയിൽവേ സ്റ്റേഷൻ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടാത്തെ. കാരണം ട്രെയിൻ ഓടിച്ചാണ് അവൻ കാശുണ്ടാക്കിയത്. ഏറ്റില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞു. കോമഡി കത്തിച്ചോളൂ. അത് കത്തിച്ചോളാൻ പറഞ്ഞില്ല. അത് വന്ദേ മാതറിൽ കയറ്റി വിട്ടു. ട്രെയിൻ കോമഡി അല്ലേ? ട്രെയിനിൽ തന്നെ കയറ്റി വിട്ടു. അങ്ങനെയാണെങ്കിൽ അസീസിന്റെ വീട് അശോക മന്ദിരം തുടരണം. ഇല്ല, കൂഗൽ വില്ല. അത് വേണം. അപ്പോ എന്തായാലും സലീം ഏട്ടനും കൂടി ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ ഷോ ഇനി നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ പൊടി പൂരമാക്കാൻ പോവുകയാണ്. വെൽക്കം. ഇതുപോലുള്ള നർമ്മ സംഭാഷണങ്ങൾ മാത്രമല്ല, ഈ വേദിയിൽ കുറെ അധികം മത്സരങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു മത്സരം നമ്മൾ കണ്ടു, തൻവി ആൻഡ് തനൈ. ഇനി അടുത്തത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് മെഗാ ചാർജ് ഇവന്റിലെ 2ാമത്തെ മത്സരത്തിലേക്ക് പോകുന്നു. മത്സരിക്കാൻ എത്തുന്നു ബൈജുക്കുട്ടൻ ചേട്ടൻ ആൻഡ് പ്രവീൺ ചേട്ടൻ. തങ്കഭസ്മ കുറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച രാവിലെ പലിശക്കാരൻ അണ്ണാച്ചു ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ചേട്ടോ, ഓ കൊച്ചുമണിയെ കണ്ടിട്ട് കുറച്ചായല്ലോ. ചേട്ടന്റെ അനന്തരക്കാരൻ കൊച്ചുമണി. അവൻ മിമിക്രി കളിക്കാൻ പോയാക്കണ്. എന്റെ പെങ്ങളുടെ മോനുണ്ട് ഒരുത്തം കൊച്ചുമണി. അവൻ ഇപ്പോഴും ഒരു പണിക്ക് പോകാതെ മിമിക്രി കളിച്ച് നടക്കുവോ, അതും ഈ 80 കാലഘട്ടത്തിൽ. അയ്യോ, കാലഘട്ടം രജിസ്റ്ററായേ. അയ്യോ അയ്യോ, ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാലടി ആയിരുന്നേ, അല്ലാതെ കയ്യടി കിട്ടിയ ചരിത്രമില്ലല്ലോ. പരിപാടി കാലടി ആയിരുന്നു. നീ പറഞ്ഞത് പരിപാടി നടന്ന സ്ഥലമാണോ അല്ലെങ്കിൽ പരിപാടിയുടെ അഭിപ്രായമാണോ? അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ മിമിക്രിയിൽ എന്താ കാണിക്കണേ? അത് തന്നെ ഞാനും ചോദിക്കണേ. എന്തൊക്കെയാ കിടന്ന് കാണിക്കണേ? സ്റ്റാർ പറയും. നീയാ എന്റെ പൊന്നിടാവേ, നീ സ്റ്റാർ പറയില്ലേ? ഇവൻ എവിടെയെങ്കിലും ചെന്ന് സ്റ്റാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിക്കാർ വിടണമെങ്കിൽ ഞാൻ വേറെ സ്റ്റാർ പറയണം. അതേത് സ്റ്റാർ? എന്റെ പൊന്ന സ്റ്റാറുമാര്, എന്റെ കൊച്ചുമല്ലി പാവോ, എന്റെ കുഞ്ഞിനെ എങ്കിൽ നാട്ടിക്കല് മാമാ. എന്നാ പിടിച്ചോ, ഉറക്കോളച്ച പൈസയാണേ ഇതാ. ഇതെന്നെ കാണിക്കണത്. അല്ല, ഉറക്കോളച്ച പൈസയല്ലേ, 10 മിനിറ്റ് കിടക്കട്ടാ. അതല്ല പറഞ്ഞത്. മാമൻ അങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ട് പോകണ്ട. എന്റെ കൂടെ പ്രോഗ്രാം ചെയ്ത ജയറാം ഇപ്പൊ സിനിമയിലാ. അപ്പൊ പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിന്റെ കൂടെ പ്രോഗ്രാം കളിക്കുന്ന വേറൊരു പുള്ളി ഉണ്ടല്ലോ, താടി വെച്ചിട്ട്. അതാരി? അത് മനസ്സിലായില്ലേ എനിക്ക്? ഈ കാലും വെച്ചാറിട്ട് കേട്ടിട്ട് കൈ കൊണ്ട് വലിച്ചു കിടക്കൂല ഇങ്ങനെ.
ഓ KS പ്രസാദേട്ടൻ. അയ്യോ അസാധ്യ കലാകാരനാ. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റിന് ക്ലൈമാക്സ് പറഞ്ഞു. ഈ ക്ലൈമാക്സ് നമുക്ക് 2025 സ്കിറ്റിലും അടിക്കാം. ക്ലൈമാക്സ് അതുകൊള്ള. അപ്പൊ പുള്ളി അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. പക്ഷെ നിന്റെ കാര്യം കഷ്ടോ. എന്റെ മാമാ, എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമയാണ്. അതിനുള്ള വഴിയാ ഇത്. എന്റെ ദൈവമേ, കഷ്ടം വഴി സിനിമ ആദ്യമായിട്ടാ കാണുന്നത്. അതല്ലെന്ന്, ഈ ഫ്ലാസ്കിലെ വെള്ളം കണ്ട കോടമ്പക്കത്തെ പൈപ്പിലെ വെള്ളമാണിത്. ഇതെന്തിനാണ് നീ കൊണ്ടു നടക്കുന്നത്? എന്റെ മാമ, ഈ പൈപ്പ് വെള്ളം കുടിച്ചവരെല്ലാം സിനിമയെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എടാ പൊന്നു മോനെ, നീ ആ വെള്ളം കുടിക്കല്ലേ. നിന്റെ മൂത്ത മാമൻ ഇതേപോലെ സിനിമാ പ്രാന്ത് പിടിച്ചിട്ട് അവിടെ പോയി വെള്ളം കുടിച്ചതാ. നിന്റെ ഇടുക്കിയിലാ കണ്ടത്. അവിടെ ഷൂട്ടിങ് അല്ലല്ല. പിന്നെ പുള്ളിയുടെ വയറ്റിൽ നിന്നല്ലേ കറണ്ട് പോയിരുന്നത്. അതിനും മാത്രം വെള്ളം പുള്ളി അവിടെ കുടിച്ചു കൂട്ടി. എന്നിട്ട് എന്തെങ്കിലും ആയോന്തോ 3 പ്രാവശ്യം കോളറയായി, മഞ്ഞപ്പിത്തമായി, മലമ്പനിയായി. ഇപ്പൊ അമ്മായിക്ക് വേറൊരു ഭർത്താവ് പോയി. എന്റെ മാമോ, അത് നിന്റെ ആണെന്ന് എനിക്കറിയാലോ. എന്നെ വിളിച്ചതാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും വിളി വരും. ഇന്നലെ രാത്രിയിലും വിളി വന്നു. ഞാൻ കേട്ടായിരുന്നു. അതല്ലേ ഞാൻ നിന്റെ അടുത്ത് കിടന്നിട്ട് പിന്നെ എഴുന്നിട്ട് വരാന്തേ പോയി കിടന്നു. എന്റെ ദൈവമേ, സിനിമയെന്ന് വിളി വന്നിരുന്നു. മാമൻ നോക്കിക്കോ, ഞാൻ ആദ്യം മലയാള സിനിമയെ പിടിച്ചു കയറും. പിന്നെ ഹോളിവുഡ്, ജോളിവുഡ്, ബോളിവുഡ്. ആദ്യം നീ കിടക്കണ കട്ടിലേൽ ഒരു ഫ്ലൈവുഡ് മേടിച്ചു വെക്കും. നീ ആ കയറുള്ള കട്ടിലേൽ മലന്ന് കിടക്കുമ്പോണ്ടല്ല, ഞായറാഴ്ച മാർക്കറ്റിൽ ഇറച്ചി തൂക്കിയിട്ടാക്കണ ഫീല. ഞാനത് തുടച്ചു വൃത്തിയാക്കാൻ വേണ്ടി ചാരി വെച്ചപ്പോ അപ്പുറത്തെ വീട്ടിലെ സുധാകരൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇതെന്താ നിങ്ങളുടെ പിറവണി തുടങ്ങിയോ പുതിയ കട്ടള ചാരി വെച്ചിട്ടുണ്ടല്ലോ. സുധാകരനെ പറ്റി വേണ്ടി പോരുത്. എന്റെ കലാജീവിതം നശിപ്പിക്കാൻ നടക്കുന്നവൻ അവൻ. അവനെന്ത് ചെയ്തടാ? എന്റെ മാമ, കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേജിലില്ലേ, ഫീമെയിൽ വേഷം കെട്ടി ഇങ്ങനെ നിൽക്കുവാ. അവ സ്റ്റേജിൽ കയറി വന്നിട്ടേ എന്റെ ബ്ലൗസും വലിച്ചു കയറി എന്റെ ചെവിക്കൽ ഒറ്റ അടി. എങ്ങനെ അടിക്കാതിരിക്കും? അവൻ റബ്ബർ വെട്ടാൻ പറ്റിരുന്ന 2 ചിരട്ട വെച്ചിട്ടാ ഇവ ഫ്രീമെയിൽ ചെയ്യണത്. ഒരാഴ്ചത്തെ അവന്റെ പണി കളഞ്ഞ ഇവനെ തന്നെയല്ല കൊല്ലണ്ടേ. അത് വേണേ പോട്ടെ, പക്ഷെ അടുത്ത സ്റ്റേജ് തൊട്ട് ഞാൻ പുതിയൊരു ഫീമെയിൽ ചെയ്യുന്നുണ്ട്. എന്റെ ദൈവമേ, ഇനിയും ഏത് ഫീമെയില്? കിടത്തിനാട്ടും മാക്കം. കൊള്ളാം. ഇപ്പൊ അവന്റെ 2 ചിരട്ടേ പോയിട്ടുള്ളൂ. ഇനി അവന്റെ റബ്ബർ ഷീറ്റ് കൂടി എടുത്ത് വെക്കാനാണ് ഈ മാക്കത്തിന്റെ പരിപാടി. മാമ, എനിക്ക് വേണം. എന്ത് മാക്കോ? അല്ല, മാമന്റെ അനുഗ്രഹം. അനുഗ്രഹിച്ചിരിക്കുന്നു. സന്തോഷമായി. എന്തിനാ മാമ ഇത്ര പെട്ടെന്ന് ആടി വന്നാ? ആടി വന്നല്ലേ, ഞാൻ തിരിഞ്ഞു. എന്നാലും എന്നെ അനുഗ്രഹിച്ചില്ലേ? ഇല്ല, എന്റെ പട്ടി അനുഗ്രഹിക്കുന്നില്ല. ചുമ്മാതല്ല, നിങ്ങൾക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ലാത്തത്. സെന്റിമെന്റ്സ് ഇതെന്താ ഇത്? എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് മൊത്തം ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് സെന്റിമെന്റ്സ് എന്ന് പറയുന്ന സാധനമില്ല. സെന്റിമെന്റ്സ് ഇല്ലാത്ത മാമനാണ് മഴ പെയ്യുമ്പോ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ പോയി നിൽക്കുന്നത്. എടാ, എന്നെ കൂടി പഠിച്ച ജലജനെ കാണാനായിട്ടാ. എന്റെ ദൈവമേ, ജലജ പഠിച്ചിട്ട് 10-25 വർഷമായി. അവിടെ വെച്ച തെങ്ങാണെങ്കിൽ വളർന്നു വലുതായി. എന്നിട്ട് ഈ മഴ പെയ്യുമ്പോ നിങ്ങൾ ഇതിന്റെ തെങ്ങ പോയി നോക്കണത്? മോനെ, തെങ്ങാണെങ്കിലും ജലജ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ചേല. കൂമ്പിട്ട് കുത്തണത് അത് പരവശം മൂത്തപ്പോ ഞാൻ 2 കരിക്കിളക്കാൻ നോക്കിയതാ. ഇങ്ങനത്തൊരു ഞരമ്പൻ. നീ അങ്ങനെ മോശപ്പെടുത്തി പറയുന്നും വേണ്ട. തടി കയറി പോണ ലോറിയിലെ പുറകില് സാരി തുണി കെട്ടിയപ്പോ എനിക്ക് ഇതുപോലൊരു പെണ്ണ് മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ വണ്ടിയുടെ പുറകെ നിലമ്പൂർ വരെ ഓടിയവനാ ഇവൻ. അവനാ സിനിമക്ക് പോണ്. സിനിമ സിനിമ അങ്ങനെ പുച്ഛിക്കരുത്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ചോറാ. എടാ, ആ ചോറിൽ മണ്ണ് വാരിടാനാണ് ചേട്ടൻ നീ ഇപ്പൊ പോണത്. മാമൻ നോക്കിക്കോ, TK രാജീവ് കുമാർ എന്ന് പറയുന്ന സംവിധായകൻ മിമിക്രിക്കാരന്റെ കഥ പറയുന്ന ചാണക്യ എന്ന് പറഞ്ഞ സിനിമ പിടിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹം കത്ത് വായിച്ച് ഈ കത്തും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാനാണ് ആ സിനിമയിലെ നായകൻ. എന്നിട്ട് ആ കത്ത് അവിടെ വെച്ച് അതാ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മേശപ്പുറത്താ? അയ്യോ, ഈ കത്താണ് ആ കത്ത്. നോക്കട്ടെ. ടു കൊച്ചിൻ കൊച്ചുമണി ഫ്രം TK രാജീവ് കുമാർ. മാത്രമേ ഉള്ളൂ. എന്റെ ദൈവമേ, എന്റെ സിനിമാ ജീവിതം പോയേ. ഞാനിനി എന്ത് ചെയ്യൂ? കേടാ, ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാം പറഞ്ഞു തീർന്നില്ലേ? എന്താ അടിച്ചോ? നീ നിന്റെ ഭാഷയൊക്കെ മാറി എന്റെ ട്രാക്കിലായല്ലോ. അല്ലെങ്കിൽ എന്റെ അടുത്ത് 10 മിനിറ്റ് സംസാരിച്ചത് എല്ലാരും എന്റെ ട്രാക്കിലോട്ട് വീഴും. ഇതാണ് ഓഡിയോ കാസറ്റിന്റെ വള്ളി. നീ എന്റെ കൂടെ നടന്നിട്ട് ഇടയ്ക്ക് ശ്രീവിദ്യയുടെ അടുത്ത് പോയല്ലടാ. അല്ലെങ്കിൽ ഈ കോമഡി ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഇതാണ് ഓഡിയോ കാസറ്റിന്റെ വള്ളി. ഈ ഓഡിയോ കാസറ്റ് ഓടി തീരുമ്പം ഇതിന്റെ വള്ളി ഇങ്ങനെ ഏതെങ്കിലും സൈക്കിളിന്റെ ഹാൻഡിൽ തൂങ്ങിക്കിടക്കും. ഞാൻ ഒറ്റ ഇടി അടിച്ചിട്ടൊന്നും എന്റെ പ്ലാനറ്റ് ഇപ്പൊ വീഴുന്നി. അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഈ ഓഡിയോ കാസറ്റിന്റെ വള്ളിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് സൈക്കിൾ വെട്ടുമ്പം ഇതിൽ ഇങ്ങനെ ഒരു കാറ്റടിക്കും. അപ്പൊ കിളികിളികളാവുന്നൊരു ശബ്ദം വരും. ഓഹ്, നൊസ്റ്റാൾജിയ. ഇതിന്റെ ഉപയോഗം എടാ, ഞങ്ങള് 90s കിഡ്സ് പാട്ട് കേട്ടത്, സിനിമയുടെ ശബ്ദരേഖ കേട്ടത്, ഡിസ്കോ കളിച്ചത്, എന്തിന് കാമുകിക്ക് പ്രേമലേഖനം റെക്കോർഡ് ചെയ്ത് കൊടുത്തത്. അതും പോട്ട് റഹ്മാൻ, മൈക്കിൾ ജാക്സൺ, ജോൺസൺ മാഷ്, പ്രഭുദേവ, അങ്ങനെ എത്ര ആൾക്കാരെന്നറിയാമോടാ ഇതിനകത്തുനിന്ന് ഇറങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. പിന്നല്ലാതെ ആ കഥയാണ് നമ്മുടെ VD രാജപ്പൻ ചേട്ടൻ പറയുന്നത്. പിടിച്ചിരുന്നോ? പ്രിയ കലാസ്നേഹിതരെ, ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥയാണ് കാസറ്റ്. കാസറ്റോ? വെറും കാസറ്റ് അല്ല കേട്ടോ, ഓഡിയോ കാസറ്റ്. പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ. അയ്യോ, പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ. അയ്യോ, പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ. മറിച്ചിട്ട് കേൾക്കാം, തിരിച്ചിട്ട് കേൾക്കാം, മറിച്ചിട്ട് കേൾക്കാം, തിരിച്ചിട്ട് കേൾക്കാം. അയ്യോ, എന്നെ ഫംഗസ് ആക്കരുത്. പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ. അയ്യോ, പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ. അയ്യോ, പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ. അതെ പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ കാസറ്റിന്റെ ജീവിതം, ആ പാവപ്പെട്ടവന്റെ ജീവിതം റീവൈൻഡും ഫോർവേഡും ചെയ്ത് അങ്ങനെ കറങ്ങി നടന്ന കാലം. അവിടെ വെച്ചാണ് നമ്മുടെ കഥാനായികയായ കാസറ്റ് പെണ്ണിന് നമ്മുടെ കാസറ്റ് കണ്ടുമുട്ടിയത്. അങ്ങനെ അക്കാലത്ത് പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് പ്രണയഗാനങ്ങളിലൂടെ അവർ അവരുടെ പ്രണയ രഹസ്യങ്ങൾ കൈമാറി. അനുരാഗ പരവശയായ അവന്റെ മുന്നിലേക്ക് ദാ നമ്മുടെ കാസറ്റ് പെണ്ണ് അതാ നാടൻ കുടുങ്ങി നടന്നു വരികയാണ്. അതെ, മറ്റാരുമല്ല, നമ്മുടെ കഥാനായികയുടെ പേരാണ് നിസരി. നിസരിയോ? അതെ, നമ്മുടെ കഥാനായികയായ കാസറ്റ് നിസരി പെണ്ണ്. അതെ, നമ്മുടെ കാസറ്റ് നിസരി പെണ്ണിനോട് പറഞ്ഞു, ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ചു കേൾക്കും നിന്നെ ഞാൻ, വീണ്ടും ടേപ്പിലിട്ടു കേൾക്കും നിന്നെ ഞാൻ. ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ച് കേൾക്കും നിന്നെ ഞാൻ, കാസറ്റി ടേപ്പിലിട്ട് കേൾക്കും നിന്നെ ഞാൻ. ഉള്ളിൽ കിടന്നു വീണ്ടും വള്ളി കുരുങ്ങിപ്പോയാൽ പുത്തൻ റിബൺ നൽകിയിടും ഞാൻ, എൻ കാസറ്റി പുത്തൻ റിബൺ നൽകിയിടും ഞാൻ. എ സൈഡും മറിച്ചിട്ട് ബി സൈഡും മറിച്ചിട്ട് കാസറ്റ് പ്ലേ ചെയ്തിടും ഞാൻ, എൻ കാസറ്റി ലവ് ഗാനം പ്ലേ ചെയ്തിടും ഞാൻ. ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ച് കേൾക്കും നിന്നെ ഞാൻ, എൻ കാസറ്റി ടേപ്പിലിട്ടു കേൾക്കും നിന്നെ ഞാൻ. അതെ പ്രിയമുള്ളവരെ, പുത്തൻ കവറിൽ നിന്നും ഇറങ്ങി വന്ന നമ്മുടെ കാസറ്റ് പെണ്ണിന്റെ എ സൈഡ് കണ്ട് നമ്മുടെ കാസറ്റ് ഞെട്ടി. അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് അവളുടെ ബി സൈഡും കണ്ടത്. ബി സൈഡോ? അതെ, കാസറ്റിയുടെ മറുവശം. ഓ, അങ്ങനെ. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആരോ അവരുടെ പ്രണയം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് വീട്ടുകാരെ മുഴുവൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. ആരാണവർ? ആരാണവർ? കാലം കടന്നുപോയി. അക്കൊല്ലത്തെ ഓണം എത്തി. പെണ്ണിന്റെ വീട്ടുകാർ ഓണം എത്തിയെന്ന് അറിയിക്കാൻ ഒരു കാസറ്റ് ഇറക്കി. ആ കാസറ്റിന്റെ പേരാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. അതെ, ആ കാസറ്റ് ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ചെറുക്കന്റെ വീട്ടുകാരും വെറുതെ ഇരുന്നില്ല. അവരും ഇറക്കി മറ്റൊരു കാസറ്റ്. ആ കാസറ്റിന്റെ പേരാണ്
ദേ മാവേലി കൊമ്പത്ത്. ആ ഓണക്കാലങ്ങളിൽ ഇവർ തമ്മിൽ മത്സരമായിരുന്നു. ഒരിഞ്ഞ മത്സരം. അതെ, സമകാലിക വിഷയങ്ങളെ കോർത്തിണക്കി പാരഡിയും കോമഡിയും കാട്ടയ്ക്ക് കൂത്തിക്കയറ്റി ഒരൊന്നാം തര മത്സരം. അപ്പൊ ഓണമായിട്ട് നമുക്കൊരു ആർപ്പ വിളിച്ച് തുടങ്ങാം. എന്നാലേ നമുക്കൊരു വൈബ് സെറ്റ് ആവുള്ളൂ. അതാണ് എന്ത് രസം. പൊന്നോണം തിരുവോണം പണ്ട് കേരള നാടുവാണ് അസുര രാജാവേ, നന്മ ചെയ്ത് താന്നു പോയൊരു നല്ല രാജാവേ. തകിട തകതിമി തകിട തകതിമി തകിട തകതിമിതോ തിരുവോണം. അപ്പൊ യൂസഫക്ക ഇവര് ടീമായിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പാരഡി നിങ്ങള് ഓപ്പോസിറ്റ് നിന്ന് ടിൻചേട്ടാ എന്തൊരു ഉഷാറില്ലാത്ത. അവന് റാപ്പിന്റെ ആളാ, അതുകൊണ്ടാ. റാപ്പല്ല, ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഒരു ഊർജ്ജസ്വലമില്ലായ്മ കണ്ട് ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് രണ്ടുപേരെ അങ്ങ് തന്നേക്കാം. അതും കിഡിലോസ്കി കിഡിലമായ രണ്ടുപേര്. നമുക്ക് അവിടെ ഒരു ഓവർ ഡോസ് ആയിട്ട് നമുക്ക് മാർട്ടിൻ ചേട്ടനെയും പ്രതിഭയും അപ്പം ഇവിടെ നമ്മളൊരു പാരഡി കോമ്പറ്റീഷൻ നടത്താൻ പോവാണ്. മാർട്ടിൻ ചേട്ടാ പ്രതിഭട്ട കളറാക്കാൻ ഇങ്ങ് പോന്നേ. അപ്പൊ നിങ്ങളെ ഞാൻ ഇവിടെ ഇടം വലം നിർത്തിയ സ്ഥിതിക്ക് ഇടം വലം നോക്കാതെ നിങ്ങൾ എന്റെ കൂടെ കട്ടക്ക് നിന്നോണം. അപ്പോ വളരെ സന്തോഷം. നമുക്ക് ആരംഭിക്കലാമാ? ആരംഭിക്കാം. തുടങ്ങലാം. ദേ മാവേലി കൊമ്പത്ത് ടീം യൂസഫക്ക് അങ്ങ് ഗേറ്റ് വെച്ചേക്കുവാണ്. അതിന്റെ മുകളിൽ പോണം. പിന്നെ എന്നാലേ ഓണം കളകാവുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഡാൻസ് പാട്ട് എല്ലാം വേണം. അത് പാരഡി മുകളിൽ നിൽക്കണം. നമ്മൾ വന്നേക്കണം അറിയാമോ? ഇല്ല. ചന്ദ്രന്റെ പല്ലക്കിൽ വീടു കാണാൻ വന്ന് ഗന്ധർവരാജകുമാരൻ, അസ്പര രാജകുമാരി. അപ്പൊ നമ്മൾ തുടങ്ങിയായി അല്ലേ? ഓക്കെ. അപ്പം യൂസഫ് ഖാന്റെ മുകളില് അടുത്ത പാട്ട് ഇവിടെ നിന്ന്. ഓക്കെ. അപ്പൊ നമ്മൾ പറയുമ്പോ ചെറിയതായിട്ടൊരു കാര്യം പറയാതിരിക്കാൻ നിവർത്തില്ല. ഓണത്തിനോട് വിട്ടുവെച്ചടവും അതുപോലെ തന്നെ ദേമാവലി കൊമ്പത്തും ഒരുപാട് ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1991 ഞാൻ ശരിക്കും ഓണത്തിനടക്ക് പുട്ടുവച്ചടത്തിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ 2 ടീമായെങ്കിലും ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കണം ഇവിടെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് പാടാം. നമുക്ക് അങ്ങനെ കൗണ്ടർ അടിച്ചു പോകും. ആദ്യമായിട്ട് ഞാൻ പാടുന്ന പാട്ട് ലോൺ എടുത്ത് വീട് പണിത ഒരാളുടെ ഗതികേടാണ്. ഇത് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞ മാട്ടിന്റെ വീട് പണി നടക്കുന്ന സമയമായതുകൊണ്ട് മാട്ടിൻ വന്നിട്ട് പറയാണ് കഷ്ടകാലം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കൊള്ളാലടത്. അങ്ങനെയാണ് വീടിന്റെ പാട്ടുണ്ടായത്. ഓ ശരി. അപ്പൊ നമുക്ക് കേൾക്കാം. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിരങ്ങി ഞാൻ, ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ, കെട്ടുതാലി പോലും പണയത്തിലായി. കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. അഞ്ചാറു ലോഡു കല്ലിറക്കി റോഡരികിൽ യൂണിയൻകാരുമായൊടക്കി, കമ്പിയും സിമന്റും കടം വാങ്ങിയടിച്ചു, ചരലിനു വേണ്ടി ഞാൻ അലഞ്ഞു. പണി ചെയ്യാൻ മടിയുള്ള പണിക്കാരെ തന്നെ ദൈവം എനിക്കു തന്നു.
എനിക്കു തന്നു നീണ്ട 4 കൊല്ലമീ പണിക്കാരു പണിതിട്ടും വീടിന്റെ തറ പോലും ഉയർന്നിട്ടില്ല. ഓഹോ ആഹാ. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിരങ്ങി ഞാൻ. ഈ വിലാപപ്പാരടിക്ക് ശക്തമായ മറ്റൊരു വിലാപപ്പാരടിയുമായിട്ട് ദേമാവലി കൊമ്പത്ത് വരുന്നു. അടിപൊളി അടിപൊളി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പാട്ട് വരുന്നു. പാട്ട് പാടാൻ പോകുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ നാഷിക എഴുതി ദേമാവലി കൊമ്പത്തുന്നൊരു കാസറ്റിലൂടെ പാടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസ് സാറിനെ കുറിച്ചൊരു പാട്ടാണ്. അപ്പം എല്ലാ മലയാളികളോടും അനുവാദം ചോദിച്ചുകൊണ്ട്, എല്ലാ മ്യൂസീഷ്യൻസിനോടും അനുവാദം ചോദിച്ചുകൊണ്ട് ദാസേട്ടനെ കുറിച്ചുള്ള നമ്മുടെ നാഷിക എഴുതി പാടിയ ആ പാട്ടിന്റെ ഒരു 4 വരി ഞങ്ങളുടെ സൈഡിൽ ആ ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിനു തേൻമഴയായിടും. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിനു തേൻമഴയായിടും. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. നിങ്ങൾക്ക് ദാസേട്ടൻ, അപ്പോ ഞങ്ങൾക്ക് പ്രദീപ് മാർട്ടിൻ ഉണ്ടല്ലോ. അപ്പൊ അന്നേരം അവിടെ നിന്ന് ആരും ഇല്ലല്ലേ? റാപ്പിന്റെ ആളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും ഓണത്തിന്റെ മെഗാ ചാർജാണ് ഓണം. തമ്പത്തിന് പൊന്നോണം എന്ന് പറയുന്നത് പോലെ ഓണത്തിനിടക്ക് പുട്ടുകച്ചവടത്തില് ഞാനും പ്രചോദം കൂടിയൊക്കെ ഏകദേശം പാടി തീർത്തൊരു പാട്ടാണത്. നമ്മൾ ഇച്ചിരി തണുത്തു പോയിട്ടുണ്ട്. ഒത്തിരി കർക്കിടക കാറ്റും തുലാവർഷ പേമാരിയും കറുത്തിരുന്ന മാനവും കണ്ടാൽ മലയാളികൾ ഭയപ്പെടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പൊന്നിച്ചിങ്ങ മാസത്തിലെ പൊൻതിരുവോണം. ഇപ്പൊ തിരുവോണം മാത്രമേ കലണ്ടറിലുള്ളൂ. അപ്പോ ബാക്കിയെല്ലാം നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഓണമായിട്ട് ഇങ്ങനെ കൊണ്ടാടുകയാണ്. കണ്ടാടുന്നു. കാരണം മൊബൈൽ എന്ന് പറഞ്ഞ യന്ത്രം നമ്മുടെ കയ്യിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നമ്മൾ ഈ പാട്ട് പോയത്. കാരണം മൊബൈൽ കണ്ടുപിടിച്ചതോടി ചുണ്ടിൽ നിന്ന് മന്ത്രം പോയി, ഈ കയ്യിൽ ഈ യന്ത്രം കിട്ടി ജീവിക്കാനുള്ള കുതന്ത്രത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോ അതിന്റെ ഫലമായിട്ട് മൊബൈൽ നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ കലണ്ടറിന്റെ കഥ കഴിഞ്ഞു, ടോർച്ചിന്റെ കഥ കഴിഞ്ഞു, ടിവിയുടെ കഥ കഴിഞ്ഞു, റേഡിയോയുടെ കഴിഞ്ഞു, ഡൈനാമോയുടെ കഥ കഴിഞ്ഞു, അതുപോലെ തന്നെ മൂന്നാന്റെ കഥ കഴിഞ്ഞു, നിരവധി പേരുടെ കഥ കഴിഞ്ഞു. ഇത് ഈ മൊബൈല് ഭാര്യയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പാസ്വേഡും കൂടി അറിയാമെങ്കിൽ ഭർത്താവിന്റെ കഥ കഴിഞ്ഞു. അപ്പോ അത് എല്ലാം വന്ന ഒരു കാലഘട്ടത്തിലാണ് TV എന്ന് പറയുന്ന ചതുരത്തിലുള്ള സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ ഓണങ്ങളെല്ലാം ഇങ്ങനെയായി മാറി. അതിൽ മനം നൊന്തുകൊണ്ടാണ് ആ പാട്ടുണ്ടായത്. അത് മനോഹരമായ ഒരു കലാകാരൻ എഴുതിയ മനോഹരമായ വരികള്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എനിക്കും പ്രചോദനമൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. കുട്ടനാടൻകാരനായിരുന്നു. BR പ്രസാദ് ആയിരുന്നു. ഇല്ലേ? അങ്ങേരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ പാട്ടിന്റെ മറ്റൊരു വെർഷനാണ്. റെഡി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ലിന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാതൃനാശക്കളി, അങ്ങടുതല്ലി ഇങ്ങടുതല്ലായി. നാട്ടിലൂഞ്ഞാലാട്ടമില്ല, വീട്ടിലോണത്തിനൂണുമില്ല, ഇന്ന് പൂക്കളം തീർക്കലും മാർപ്പുവിളികളും ടിവിയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ലിന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാതൃനാശക്കളി, അങ്ങടുതല്ലി ഇങ്ങടുതല്ലായി.
പണ്ടുപണ്ടേ നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോൽ മമ്മതെന്നും തൊമ്മിയെന്നും ഭേദമില്ലാതെ നിന്നിരുന്നു. നാട്ടിലെല്ലാം മായമല്ലേ, കാണുന്നതൊക്കെയും വ്യാജനല്ലേ, കള്ളവാറ്റും പെണ്ണ് കേസും നാട്ടിൽ പെരുകുന്ന കാലമല്ലേ. ഊണമുണ്ണാനും കോടി വാങ്ങാനും ചില്ലിക്കാശില്ല, നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല, ഓണത്തിനോണമില്ല, ഇന്ന് പൂക്കളം നിൽക്കലും മാർപ്പുവിളികളും ടിവിയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങടെ തൊങ്കിക്കളി, നാടൻ കളി, നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ. ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാതൃനാശക്കളി, അങ്ങട് തല്ലിങ്ങട് തല്ലായി. നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല, പിന്നെ ഓണത്തിനോണുമില്ല, ഇന്ന് പൂക്കളം നിൽക്കലും മാർപ്പുവിളികളും ടിവിയിൽ മാത്രമായി. ശരി, ആക്ഷൻ സോങ് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ജില്ലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ചില പാട്ടുകളുടെ ഈരടികൾ കേൾക്കുമ്പോൾ ചില പാരടികൾ ഇതിനേക്കാൾ മനോഹരമായി കേട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അയ്യോ പാരടി അടിപൊളിയാണ് എന്ന് നമ്മൾ തോന്നും. അപ്പൊ ഇത് ആക്ഷൻ സോങ് അല്ല, പക്ഷേ ഇതിനകത്തൊരു കഥ പറഞ്ഞു പോകുന്നത് ഒരു വീട്ടിൽ മദ്യപിച്ചിട്ട് വെള്ളമടിച്ചിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഇവരെ നീ മനസ്സിലാരെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഇല്ല, എന്നെ കുറിച്ചല്ല, ആരുമില്ല. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറെ സങ്കല്പങ്ങൾ കാര്യം. ഇത് എഴുതിയിരിക്കുന്നത് കൊച്ചിൻ മിമിക്കയാണ്. മിമിക്കയുടെ വരികൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇടയ്ക്ക് ടെൻഷൻ മാറാൻ വേണ്ടി കേൾക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് ഞാൻ ഈ സമയത്തൊന്ന് പാടട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്, റെഡി, ഓക്കെ. ചാണ്ടി തൊഴിച്ചതു ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറങ്ങിയ നേരത്ത്, ചട്ടിയെടുത്ത് എറിഞ്ഞത് മുറ്റത്ത്, ആ ചട്ടി പതിച്ചൊരു പട്ടിയുടെ മയ്യത്ത്, ചാണ്ടി തൊഴിച്ചതു ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറങ്ങിയ നേരത്ത്, ചെത്ത് കഴിഞ്ഞു വരുന്ന വഴിക്ക് കള്ളു കൊടുത്തത് ചെല്ലപ്പൻ, ഇത് ചെല്ലപ്പൻ, കള്ളു ചെല്ലപ്പൻ, ചാണ്ടിയുടെ പെണ്ണിനെ പറ്റി ഒരേഷണി കൂട്ടി മെനഞ്ഞത് വല്യപ്പൻ, ഇത് വല്യപ്പൻ, അത് നിന്റെപ്പൻ. അത് കേട്ട് നടു റോഡിൽ നിന്നൊരുപാട് ഭരണിപ്പാട്ടുകൾ തറവാടി ചാണ്ടിച്ചൻ പാടി. ഉടുമുണ്ടും തലയിൽ കെട്ടി തിരുവാതിര ചോടും വെച്ച് കടവാവല് പോലവനോടി. അരിശം തീർത്തത് ഭാര്യയുടെ മുതുകത്ത്, ഭാര്യ തിരിച്ചു കൊടുത്തത് മോന്തയ്ക്ക്. ചാണ്ടിയുടെ തൊഴി ഏറ്റിരിക്കുന്നു. ഇതുവരത്തെ അവസ്ഥയിൽ നമ്മളാണ് സ്കോർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പ്രചോദനം നന്നായിരുന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു ഇത്രയും കേട്ട പാട്ടുകൾ വെച്ചൊരു അഭിപ്രായം നമ്മുടെ തെസ്നിത്ത ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. തെസ്നിത്ത എന്താ പറയാനുള്ളത്? രണ്ടുപേരും കട്ടക്കാണ് നിൽക്കുന്നത്. എന്നാലും ആരുടെ ഭാഗത്താണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്? അത് പറയാൻ പറ്റില്ല, കാരണം രണ്ട് ഭാഗത്തും പുലികളാണ് ഇരിക്കുന്നത്. പുലികളാണ്. ഓക്കെ, നമ്മളെ ചേച്ചി പാട്ടിനെ കുറിച്ച് സത്യമാണ്, എല്ലാവരും പാട്ടുകാരാണ്. പക്ഷെ ദേവി ചേച്ചി, മാർട്ടിൻ ചേട്ടന്റെ ഡാൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റത്തില്ലേ? ചേച്ചി ഒരു ഡാൻസറാണ്, ഓഫ് കോഴ്സ് പറയാൻ പറ്റും. അതുപോലെ ഡാൻസ് കളിക്കാൻ മാർട്ടിൻ ചേട്ടന് മാത്രമേ അല്ല, ഇതൊരു സീനിയർ മോസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ പാരഡി ഗാനങ്ങളെ കുറിച്ചും പാരഡി എഴുതുന്നവരെ കുറിച്ചും പാരഡി പാട്ടുകളെ കുറിച്ചും തെസ്നിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് പാരഡി പാട്ടിലാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്. അതെ, ഒന്ന് പറയാം. അത് ഏത് പാട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പുകലക്കടക്കാരൻ വാസുള്ള ചേട്ടന്റെ മോളടി, നമ്മുടെ ബാലഗോപാലനെ കൂടെ പഠിപ്പിച്ച മാലതി. അത് ഡബിൾ റോളാ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് കൂടെ അഭിനയിക്കാൻ? അശോകേട്ടനും ഞാനുമാണ് പ്രായമായിട്ട്. ഹരിശ്രീ അശോകൻ ചേട്ടനും ഞാനും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തന്നെ ടീനേജ് ആയിട്ട് ചെറിയ പെണ്ണായിട്ട് നടന്നു പോവാണ് കോളേജില്. അതാണ് പുകലക്കടക്കാരന്റെ മോള്. അതായത് പ്രായമുള്ള റോളും ചെറിയ റോളും രണ്ടും ടെസ്റ്റിനെ എടുത്തത്. കാരണം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ റോള് ടെസ്റ്റിനെ അഭിനയിച്ചോളും, പിന്നെ പ്രായമായ റോള് വരുമ്പോഴും അധികം മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ രണ്ടും. അത് അന്നും ഇന്നും പറയും, അന്നും ഇന്നും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അടിപൊളി, അടിപൊളി. അപ്പൊ അടുത്ത പാട്ട് നമുക്ക് തിരിച്ചു കൊടുക്കണം. മാർട്ടിൻ ചേട്ടാ, വിത്ത് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് മോനെ പേട്ടു അങ്ക ആരംഭിക്കാം. പേട്ടു റെഡി? റെഡി. 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി, കേരള നാട്ടിൽ പണിമുടക്കിന്റെ പൂരം.
മറ്റുള്ള സ്റ്റേറ്റുകാർ ജോലിയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ കൊടികൾ പിടിക്കും. മറ്റുള്ള നാട്ടുകാർ വിത്തു വിതയ്ക്കുമ്പോൾ നമ്മുടെ ആളുകൾ വെട്ടി നിരത്തും. മലയാളി മാറിയിട്ട് ബംഗാളി വാഴുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്, പണ്ട് മാവേലി വാണൊരു നാട്. ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, മൂന്നാം തീയതി നാലാം തീയതി റാലി. കേരള നാട്ടിലെ പണിമുട്ടക്കിന്റെ പൂരം. ഞങ്ങള് മുൻതൂക്കം കൂടി, ഇതോടുകൂടി തീരും മുൻതൂക്കം. അതായത് കല്യാണം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒന്ന് കെട്ടി മടുത്തിരിക്കുകയാണ്. പക്ഷെ എത്ര കെട്ടിയിട്ട് മടുക്കാത്ത ഒരാളെ കുറിച്ചാണ് ഈ പാട്ട്. കല്യാണം കഴിക്കുമ്പോൾ ഒരു ദോഷം തീരുന്ന വെച്ച് പിന്നെ കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ തീരുന്ന ദോഷം സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്ത്രുക്കാക്ക 9 കെട്ടിയ കഥയാണ്. ഓക്കെ, അടിപൊളി. അന്ത്രുക്കാക്ക 9 കെട്ടി, വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി. 5-6 പിന്നെ കെട്ടി. പട്ടാമ്പിന്നൊരു തട്ടും കിട്ടി. പൂവാലനാം അന്ത്രുക്കാനെ പിടികൂടാൻ ചിലർ ചട്ടം കെട്ടി. ചാലക്കുടി വെച്ച് ആളെ പിടികൂടി, പൊക്കിയെടുത്തു മരത്തി കെട്ടി. പാണ്ടിപ്പട പോലെ ആളുകളും കൂടി ചാമ്പി അന്ത്രുക്കായെ ഇഞ്ചപ്പദമാക്കി. അന്ത്രുക്കാക്ക 9 കെട്ടി, വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി. ഇത് സൂപ്പർ ആയിരുന്നു, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ. അതെ, വേറൊന്നുമല്ല, നമ്മുടെ കൂടെ എന്താണ് കുറച്ചു ദിവസം മുൻപാണ് ഈ ഒരു ഷൂട്ട് നടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സീറ്റിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ നവാസ്, അല്ലേ? ഇപ്പോഴും എവിടെയൊക്കെ ഉണ്ട് നവാസ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടുന്ന സ്ഥലത്ത് നവാസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നവാസ് ഉണ്ടാവും. നവാസ് നല്ലൊരു ഗായകനായിരുന്നു. പാരഡി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. പാരഡി ഗാനങ്ങൾ നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു, അല്ലേ? അപ്പം നവാസിന്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഈ പാട്ടിന്റെ നവാസ് പാടിയ ഞാൻ പാട്ട് പാടാം. ഒരു പാട്ട് എനിക്ക് അറിയാം, കുറച്ചു വരെ എനിക്കറിയാം. പക്ഷെ ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നവാസ് അത് നമ്മുടെ മാമുക്കോയുടെ ശബ്ദത്തിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. മാമുക്കോയെ പോലെ പാടിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ എനിക്ക് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സാധാരണ എനിക്ക് പറ്റുന്ന ശബ്ദത്തിൽ ഞാൻ തീർച്ചയായും അത്രേ ഉള്ളൂ പ്രതിഭട്ട. കാര്യം നവാസിന്റെ ഒരു പ്രസൻസ് നമ്മൾ ഇവിടെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നവാസ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ നവാസിന്റെ ഒരു പാട്ട് പ്രതിഭേട്ടന്റെ വോയിസിൽ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. പണ്ടൊരു കാലം പുള്ളി ഷോലെ നടിക്കണ കാലം. ചാൻസും ചോദിച്ച് കരഞ്ഞും കൊണ്ടെത്തി. ചാൻസും ചോദിച്ച് കരഞ്ഞും കൊണ്ടെത്തി. മീശ വളർത്തിയ ചുരുൾമുടിയൻ, താടി വളർത്തിയ ഒരു തടിയൻ. അംജദ് ഖാൻ എന്നൊരു പഹയൻ. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. പണ്ടൊരു കാലം പുള്ളി ഷോലെ നടിക്കണ കാലം. അടിപൊളി. ഇത് എഴുതിയത് മറ്റാരുമല്ല, ശരിക്കും പറഞ്ഞാൽ മീറ്ററിംഗിൽ ഞാൻ കണ്ടിട്ടുള്ള പാരഡി എഴുതുന്ന 3 പേരാണ് മീറ്ററിംഗിൽ വലിയ സ്റ്റാറുകൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അത് വലിയ ആള് മിമിക്കയാണ്, അതിനുശേഷം നമ്മുടെ നാദിർഷയാണ്, അതിനുശേഷം വന്ന തലമുറയിൽ ഷിജു അഞ്ജുമനെയാണ്. തന്നെ നവാസ് ആണെങ്കിൽ പോലും എല്ലാ പാട്ടുകളും വളരെ മനോഹരമായി പാട്ട് പാടുന്ന ഒരാളാണ്. എല്ലാ പാട്ടും വളരെ ഗംഭീരമായിട്ട് പാടുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എസ് ജാനകിയമ്മയുടെ സൗണ്ട് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, അത് വളരെ ക്ലാരിറ്റിയോടും പെർഫെക്ഷനോടും കൂടി പാടുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ വിയോഗവും, അല്ലേ ഷാജോൺ? അപ്പൊ ചേട്ടാ, എപ്പോഴും മണിച്ചേട്ടന്റെ പാട്ടുകൾ എല്ലായിടത്തും ആഘോഷമാണ്. എല്ലാ ഉത്സവ പറമ്പുകളിലും എല്ലായിടത്തും ആഘോഷമാണ്. അപ്പൊ ഈ ഓണത്തിന് നമുക്ക് മണിച്ചേട്ടന്റെ ഒരു ആഘോഷ പാട്ട് പാടിയിട്ട്
നമുക്ക് ഈ കോമ്പറ്റീഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കണ്ണും കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ലേ വേലായുധ, എന്റെ മോളെ കട്ടത്തിലാക്കല്ലേ വേലായുധ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്ത് നീ പണി ചെയ്തു, കല്യാണം കുട്ടികളില്ലട വേലായുധ, കല്യാണം കുട്ടികളില്ലട വേലായുധ. പെണ്ണ് കെട്ടിയ കാലും കെട്ടും കുട്ടികളായ വായും കെട്ടും, കാര്യം കഴിഞ്ഞു മതിക്കളി വേലായുധ, കാര്യം കഴിഞ്ഞു മതിക്കളി വേലായുധ. പരുമണിക്കൊത്തൊരു പെണ്ണ് പാവം വേള പാടും പെട്ടു, പേക്കോലം പോലായില്ലട വേലായുധ, പേക്കോലം പോലായില്ലട വേലായുധ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പെണ്ണിന്റെ പഞ്ചാരപ്പുഞ്ചിരി കട്ടങ്കലക്കന്റെ കച്ചോടം, പെണ്ണിന്റെ പഞ്ചാരപ്പുഞ്ചിരി കട്ടങ്കലക്കന്റെ കച്ചോടം. അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി, അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. അപ്പൊ പാരഡി കോമ്പറ്റീഷൻ നന്നായിട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഒരു കളർഫുൾ ഓണായല്ലേ? ഈ ഓണം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില സമയത്ത് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവരെ നന്നായിട്ട് മിസ് ചെയ്യും. ഞാൻ അടുത്തതായിട്ട് ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തോ പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, അത് മാത്രമല്ല മലയാളക്കരയാകെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ആർക്കാണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് കാണാം. ഓക്കെ. അതെ, എല്ലാരും ഒന്ന് നിന്നേ. പാട്ടൊക്കെ ഗംഭീരായി. ഓണക്കാലത്ത് നിങ്ങൾ എല്ലാവരും കൂടി തന്നെയല്ലേ എന്നെ മാവേലിയാക്കിയത് അല്ലേ? ആ കാസറ്റുകാര് 2 കൂട്ടരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ 2 കൂട്ടർക്കും ഓണത്തിന് മാവേലി ഞാനായിരുന്നല്ലോ. ദേ, കള്ളവും ചതിയുമില്ലാത്ത നിഷ്കളങ്കനായ ഒരാളുടെ മുഖമെന്ന് പറഞ്ഞാൽ അതാരാ? ഞാൻ തന്നെയല്ലേ? അപ്പൊ ഓണായാൽ മാവേലി വേണമെന്ന് പറയുന്ന പോലെ ഞാനും ഇവിടെ വേണ്ടേ? ഞാനില്ലാത്ത സ്ഥിതിക്ക് പകരം ഒരാളെ ഞാൻ പറഞ്ഞു വിടാം. മോനെ ഇന്നു, നീ ധൈര്യമായിട്ട് കേറിപ്പോരടാ. നമ്മുടെ പിള്ളേരായെല്ലാം. ഹലോ, നമസ്കാരം. ഇന്നു വെൽക്കം. അപ്പം ഇന്നുനെ നമ്മൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇന്നസെന്റ് സാറിന്റെ കൊച്ചുമകനാണ്, അതും പേര് ഇന്നസെന്റ് എന്ന് ആണ് അല്ലേ? അപ്പം ഇന്നു ഇപ്പം സിനിമയിലേക്കൊക്കെ കയറി. അപ്പം എന്താണ് ഈ ഒരു ഇത്രയും, അതായത് അപ്പാപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ വരാൻ സാധിച്ചതിൽ. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ അപ്പാപ്പന്റെ കൂട്ടുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഞങ്ങളുണ്ട് മോന് കൂട്ടായിട്ട്, ഞങ്ങളുണ്ട്. പേടിക്കണ്ട മോനെ. കളകി. ആക്ച്വലി ഇന്നസെന്റ് എന്നുള്ള പേര് ആരട്ടെ? അപ്പാപ്പൻ തന്നെയാണ്. ആണ്. അപ്പൊ ഒരു വീട്ടില് 2 ഇന്നസെന്റ്. എന്നെ വീട്ടിൽ ഇന്നു എന്നാ വിളിക്കുക,
ഓക്കെ. അപ്പൊ അപ്പാപ്പന് സ്നേഹത്തോടെ ഇന്നു എന്നാണ് അതെ. വിളിച്ചുകൊണ്ടിരുന്നത്. അതെ. വേറൊരു കാര്യം ഇന്നു ഞാൻ കേട്ടു, നിങ്ങളുടെ കുടുംബത്തില് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരേ ഒരാള് ഇന്നു ആണെന്ന് ഞാൻ അറിഞ്ഞത്. സത്യമാണോ? അത് ശരിയാ. ആണ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ 3rd ഇയർ ക്രൈസ്റ്റ് കോളേജില് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. ആണ്. അത് മാത്രല്ല എന്തോ സിനിമ കഥ കൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്താണ്? എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്നുള്ളത് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് അതിനൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. എന്റെ കൂടെ ടിനി ടോമംഗിൾ അഭിനയിക്കുന്നുണ്ട്. ടിനി ടോമംഗിളുടെ മകൻ ആദം എന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാദുഷാങ്ങളുടെ മകൻ സഹീർ ബാദുഷയും എന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. ഒരു +2 വിദ്യാർത്ഥി ആയിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ ഒപ്പം തീർച്ചയായിട്ടും. അത് ഇന്നുന്റെ വേറൊരു സംഭവം ഉണ്ട്. അതായത് ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷൻ വന്നപ്പോ ഇവരുടെ അതായത് സോണറ്റിനും അതുപോലെ തന്നെ ഇന്നസെന്റ് ഏട്ടനും ഇരിങ്ങാലക്കുടയിലുള്ള ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നുവിനാണ് ആ ഭാഗ്യം കിട്ടിയത്. അപ്പൊ അവിടുത്തെ അച്ഛൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നീ ഇവിടെ പഠിച്ചു പൂർത്തിയാക്കുവോ? ഇവന്റെ ഒറ്റ വാക്കേ മറുപടി പറഞ്ഞുള്ളൂ, സിനിമ കിട്ടിയാൽ ഞാൻ പോകട്ടെ അച്ഛൻ. അതങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് വൈകിട്ട് അപ്പാപ്പൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലെപ്പോഴും അപ്പാപ്പന്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് റൗണ്ടൊക്കെ അടിക്കും. ആ സമയത്ത് ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിന്റെ മുന്നിൽ ഇങ്ങനെ പോണ സമയത്ത് അപ്പാപ്പൻ പറയും, ഇന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ക്രൈസ്റ്റിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, നീ എങ്കിലും പഠിച്ച് കയറിക്കോളോടാ എന്ന് പറയാറുണ്ട്. ഓക്കെ. ഇന്നു അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഓണക്കാലമാണ്. അപ്പം അപ്പാപ്പനുമായിട്ട് നല്ലൊരു ഓണക്കാലത്തെ എന്തെങ്കിലും ഒരു ഓർമ്മകളോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടാവോ? അപ്പാപ്പൻ ഓണക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആ സമയങ്ങളിൽ ഷൂട്ടും കാര്യങ്ങളൊന്നും അപ്പാപ്പൻ ഏൽക്കില്ല. ഞങ്ങൾ ഒരുമിച്ച് സദ്യയൊക്കെ ഉണ്ണും. ഒരു ആഘോഷം തന്നെയായിരുന്നു. അപ്പാപ്പുള്ളപ്പോ വീട്ടില് വളരെയധികം ഒരു സന്തോഷവും ആ ഒരു അപ്പാപ്പന്റെ തമാശകൾ ശരിക്കും ഇപ്പോഴാണ് അപ്പാപ്പനെ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നത്. കാരണം കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കുറെ പഠിത്തത്തിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഫുള്ള് അടിച്ചുപൊളി, പിന്നെ ഓരോ പരിപാടികൾ വരുമ്പോൾ അതിന്റെ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അപ്പാപ്പനോട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പൊ അപ്പാപ്പൻ എന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി ഒരുപാട് അപ്പാപ്പനെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഓണക്കാലം കൂടെയാണ്. മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഓണക്കാലത്ത് ഞങ്ങളൊരു കുഞ്ഞു സമ്മാനം തരട്ടെ. ഇന്നൂന് ഒരു സർപ്രൈസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലീസ് വാ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. മലയാളികളുടെ മുഴുവൻ ഒരു നഷ്ടമാണ്. പക്ഷേ ഭയങ്കര വീഡിയോ ആയിട്ടാ. ഒരുപാട് സന്തോഷം. ഇന്നൂന് ഇപ്പം അപ്പച്ചനെ കെട്ടിപ്പിടിക്കണം എന്ന് തോന്നില്ലേ? ഞങ്ങൾ അതിനൊന്ന് ശ്രമിക്കട്ടെ. ഓക്കെ, ഒന്ന് കണ്ണടച്ചോ. ഇന്നു നീ പേടിക്കണ്ടടാ, ദേ ഞാൻ എത്തി. അടിപൊളിയായിട്ടില്ല. എന്താ ഇന്നൂന് സുഖമല്ലേ? സുഖം. ഇന്നു ഞാനൊരു കാര്യം പറയട്ടെ, നല്ലോണം ഒന്ന് കെട്ടിപ്പിടിച്ചേ. എന്നിട്ട് ഞാനൊരു കാര്യം പറയാം. അപ്പച്ചനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ശരിക്കും അതിനൊരു റീസൺ കൂടെ ഉണ്ട്. അത് എന്താണെന്ന് ചേട്ടൻ പറയും. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ജിബ്ബ ഇന്നുവിന്റെ അപ്പാപ്പന്റെയാ. അതെ. അതായത് ഞാൻ ഒരു TV പരിപാടിക്ക് അദ്ദേഹത്തോടൊപ്പം ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഞാൻ വെറുതെ തമാശക്ക് ഞാൻ പറഞ്ഞു, സാറിന്റെ ഈ ജുബ്ബ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്റ്റേജിൽ പറയാം, ഇത് യഥാർത്ഥത്തിൽ ഇന്നസെന്റ് സാർ ഉപയോഗിക്കുന്ന ജുബ്ബയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, പറയാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു എന്നോട് ഇന്നുവിന്റെ അപ്പൻ സോണറ്റ് ചേട്ടൻ മെസ്സഞ്ചറിൽ എന്നോട് പറഞ്ഞു അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു. ഞാൻ അഡ്രസ്സ് അയച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും കൊറിയറിൽ എനിക്കൊരു 5 ജുബ്ബ അയച്ചത്. അതിലൊന്നാണ്. അങ്ങനെ ഞാൻ അത് മാറിയിട്ടാണ് ഇപ്പോഴും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നത്. ശരിക്കും ആ സൈഡും ഒക്കെ എല്ലാം അപ്പാപ്പന്റെ പോലെ. അതെ, അപ്പാപ്പൻ തന്നെ. അങ്ങനെ വിചാരിച്ചു.
ജോബേട്ടനെ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അത് മാത്രമല്ല മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളിലൂടെ ഇനിയും ഇന്നസെന്റ് സാർ ജീവിക്കും തീർച്ചയായിട്ടും. ഷാജോൻ ചേട്ടാ, എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം ഇന്നുവിനെ ഇവിടെ കണ്ടതിൽ. ഇതുപോലൊരു വേദിയിൽ മലയാള സിനിമയിലേക്ക് പിന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഈ വലിയ കുടുംബത്തിലേക്ക് ഇന്നുവിനെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒന്ന് ഇന്നസെന്റ് എന്നൊരു പേര് കേട്ട് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു വലിയ വിഭാഗം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന ഒരാളാണ് ഇന്നുവിന്റെ അപ്പാപ്പൻ എന്ന് പറയുന്നത്. ഇന്നുവിനും അതേപോലെ തന്നെ ഒരു വലിയ സ്ഥാനത്തേക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരുപാട് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നസെന്റ് ആയിട്ടൊരു ഒരു സിനിമയിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ എത്ര മോശമാണോ എത്ര നല്ലതാണോ എന്നുള്ളതല്ല, ഇന്നസെന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം നമ്മൾ എൻജോയ് ചെയ്യും. വേറൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. അത്രയധികം പോസിറ്റീവ് വൈബുള്ള ഒരാളായിരുന്നു ഇന്നുവിൻ്റെ അപ്പാപ്പൻ. ഇന്നുവിനെ അറിയായിരിക്കുമല്ലോ. അപ്പം അതേപോലെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു വലിയ ആളാവാൻ ഇന്നുവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പാപ്പൻ എന്നും ഒരു നല്ല പേര് കൊടുക്കുന്ന നല്ലൊരു ആളായിട്ട് എന്നും മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശ്വേത ചേച്ചി, എൻ്റെ ആദ്യത്തെ പടം, ആദ്യത്തെ സീൻ ഇന്നസെന്റ് അങ്കിളുടെ കൂടെയാണ്, അനശ്വര മൂവി. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഫാമിലി പരമായ ഭയങ്കര ക്ലോസ് ആണ് ആലിസ് ആൻറ്റിയും ഇന്നസെന്റ് അങ്കിളും. ഇവരെല്ലാം ചെറിയ കുഞ്ഞാവുമ്പോൾ ഞാൻ കണ്ടതാ. ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഇന്നസെന്റ് പേര് മാത്രമല്ല, ഒരു ഇന്നസെന്റ് അങ്കിളുടെ ആ എല്ലാം സ്വഭാവം, എല്ലാം രീതിയും, ക്യാരക്ടർ എല്ലാം അങ്ങനെ തന്നെ കിട്ടട്ടെ, അനുഗ്രഹിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഇന്നു മോനെ, ഇന്നു ഈ അങ്കിള് ആദ്യമായിട്ട് മിമിക്രിയിലേക്ക് വരുന്നത് അപ്പാപ്പന അനുകരിച്ചുകൊണ്ടാണ്. ഇന്നസെന്റും ജഗതി ചേട്ടനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൈയ്യടി വാങ്ങിച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഞാൻ അറിയപ്പെട്ടിരുന്ന ജൂനിയർ ഇന്നസെന്റ് യൂസഫ് എന്ന് പറഞ്ഞു. ആദ്യകാലങ്ങളിൽ ഞാൻ ചേർത്തല ജൂബിലെ കളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചുകൊണ്ടിരുന്നതും ഇന്നസെന്റിനെ ചേട്ടനായിരുന്നു. അപ്പൊ സത്യത്തില് അദ്ദേഹത്തിനോടുള്ള കടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എന്നെ ഇന്നസെന്റിന് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ട് എൻ്റെ മുടിയൊക്കെ ചരിച്ചീരി ഒരു ട്രൂപ്പിൽ വെച്ചിട്ട് ഒരു കണ്ണാടിയും വെച്ച് നിന്നിരുന്ന ഈ ഇന്നസെന്റ് ചെയ്യ് എന്നും പറഞ്ഞ് എന്നെ കയറ്റി വിട്ടത് യൂസഫിക്കാണ്. എന്റെ ആശാനാണ്. സ്വന്തം കഞ്ഞിയിൽ അവനത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡോസ് കൊടുത്തത്. അല്ല പറയണമല്ലോ, ഞാനാണ് അവന് ഇന്നസെന്റ്. സത്യം, ഞാനൊരു ട്രൂപ്പ് ആലപ്പുഴയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്റെ ഗുരുനാഥനാണ്, മിമിക്രിയിലെ എന്റെ ഗുരുനാഥനാണ്. അതൊന്നുകൂടി വെച്ച പറഞ്ഞടാ, എന്റെ ഗുരുനാഥനാണ്. സന്തോഷമായി. എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടൻ എന്റെ റിലേറ്റീവ് ആണ്. അത് പുറത്ത് പറഞ്ഞിട്ടില്ല. ആലീസാൻറ്റി എൻ്റെ ഫാമിലി എന്നാണ്. പക്ഷെ ഇന്നസെന്റ് ഏട്ടൻ ഒരു വിഷുവിന് പറയാമെന്ന് പറഞ്ഞൊരു പ്ലാൻ ചെയ്തു, ഒരു സ്ക്രിപ്റ്റ്. അതായത് അമ്മയെന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാനൊരു ചാരനെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഇനി മുതൽ നീ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങൾ എന്നെ അറിയിക്കണമെന്ന് പറയാം. അപ്പം ഞാൻ പറയുന്നതിൽ കാര്യമില്ലല്ലോ, ഞാൻ ഇന്നസെന്റ് ഏട്ടൻ്റെ ബന്ധം. അപ്പം ഇന്നസെന്റ് ഏട്ടൻ്റെ വായിന്ന് കേട്ടാൽ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അന്ന് അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു ഇപ്പോൾ ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. തിരിച്ചു വന്നില്ല ഇന്നസെന്റ് ഏട്ടൻ. അതെൻ്റെ എല്ലാ വിഷു വരുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഇന്നുള്ളത് കൊണ്ടാണ്. ഇന്നുവിനറിയാം, ആലിസ് ചേച്ചി എൻ്റെ ഇളയപ്പൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അത് പറയാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നില്ല. പക്ഷേ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ്. കാരണം ഇന്നസെന്റ് ഏട്ടൻ്റെ വായിൽ നിന്ന് അത് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഐ മിസ് യു ഇന്നസെന്റ് ഏട്ടൻ. തീർച്ചയായിട്ടും ടിനി ചേട്ടാ. അത് മാത്രമല്ല, കോമഡി മാസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ ഇന്നസെന്റ് ഏട്ടൻ. അതുപോലെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇന്നും മലയാള സിനിമ എത്ര കാലം ഉണ്ടോ അത്ര കാലം അദ്ദേഹം ഇങ്ങനെ ജീവിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വലിയൊരു ജൂനിയർ ഇന്നസെന്റ് ആയിട്ട് അങ്ങ് വളരട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പം നമുക്ക് ഒരു കോമ്പറ്റീഷൻ സ്കിറ്റ് ഉണ്ട്. നമ്മൾ ചിരി ഇവിടെ നിർത്തുന്നില്ല, ചിരി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമ്മാനങ്ങളും ചെറുതല്ല. ഒന്നാം സമ്മാനം 2 ലക്ഷം രൂപയാണ്. രണ്ടാം സമ്മാനം മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം ഡെവോൺ ഫുഡ്സ് നൽകുന്ന 75,000. നമുക്ക് അടുത്ത സ്കിറ്റ് ഇറക്കട്ടെ. റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും? ഓക്കെ, അപ്പോൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രഞ്ജിത്ത് ഏട്ടൻ ആൻഡ് രഞ്ജിഷ് ഏട്ടൻ. നിൻപദങ്ങളിൽ നൃത്തമാടിടും
നിനക്ക് വയ്യടാ. ഞാൻ വയ്യല്ല എക്സ്. ഓ 95 കോമഡി. പിന്നെ ഞാൻ ഈ വർഷത്തെ കോമഡി അല്ലാതെ 2025 കോമഡി പറയാൻ പറ്റും. 2025 ഇത് ഉൾട്ടടിക്കും ചിലപ്പോ. കേസ് അവിടെ നിൽക്കിട്ട് ഏൽപ്പിച്ച കാര്യം എന്താ? ഏൽപ്പിച്ച കാര്യം എല്ലാം ഓക്കെയാണ്. നിന്റെ കാമുകി സിന്ധുവിന് നീ കാസറ്റ് റെക്കോർഡ് ചെയ്ത് തന്നു. അവള് മറുപടിയായിട്ട് റെക്കോർഡ് ചെയ്ത് തന്ന കാസറ്റ് ഞാൻ വായിച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് കാസറ്റ് അല്ല, അതാണ് എന്റെ സിന്ധു. ഞാൻ സിന്ധുവിനൊന്ന് കറക്കി നോക്കട്ടെ. ഞാൻ കറക്കി വെച്ചിരിക്കാൻ നീ കറക്കണ്ട. അറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ഈ പ്രേമ കാസറ്റ് നിന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രേമത്തിന്റെ ഇടയില് മുസ്തഫയായിട്ട് പിന്നെ ഞാൻ നിൽക്കൂല. ജംഗ്ഷനിൽ ഇറച്ചിട്ട് അതിന്റെ പേരെന്തോന്ന്? ഹംസയായിട്ട് ഞാൻ നിൽക്കൂല. അതിന്റെ ഇടയിൽ ഒരു പൂജ ഇട്ടാലും ഞാൻ നിൽക്കൂല. എന്താണെന്നറിയാം, എനിക്ക് പ്രേമമില്ല. എനിക്ക് പ്രേമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുക. പറഞ്ഞേട്ടോ പ്രേമം ഇല്ലെന്ന്. അവൻ ഗൾഫിലായിരുന്നപ്പം എനിക്കൊരു സൂപ്പർ പ്രേമം ഉണ്ടായിരുന്നു. അവൾ എന്നെ പ്രേമിച്ച് പ്രേമിച്ച് തോപ്പിച്ചു. അതാണ് പെണ്ണ്, അതാവണം പെണ്ണ്. എങ്ങനെയാണോ തോപ്പിച്ചേ? എനിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നുള്ളൂ, അവക്ക് 6 പ്രേമം ഉണ്ടായിരുന്നു. അപ്പൊ അവളല്ലേ ജയിച്ചത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാസറ്റ് തരൂല, കാസറ്റ് തരൂല. നീ കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ എനിക്ക് എമർജൻസി ലൈറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന. എടാ നന്ദിയില്ലാത്തവനെ, എമർജൻസി ലൈറ്റ് കിട്ടാത്തോണ്ട് നിനക്ക് ഗൾഫിൽ നിന്ന് 4 ഗൾഫ് ചട്ടി ഞാൻ കൊണ്ട് തന്ന. കൊള്ളാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. കറണ്ട് പോകുമ്പോഴേ എമർജൻസിക്ക് പകരം ഈ 4 ചട്ടി 4 സൈഡ് തൂക്കിയിട്ട് കത്തിക്കാം. എടാ നിനക്ക് ടൈഗർ ബാമ്പ് ഞാൻ കൊണ്ട് തന്ന്. ഓ ചട്ടി കത്തുമ്പോ തേക്കാൻ പറ്റിയ സാധനം. നിനക്ക് ഈ നീറുന്ന അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അടേ. എടാ നീ അങ്ങനെ സംസാരിക്കരുത്. നിനക്ക് ഉഗ്രൻ ഒരു ലുങ്കി ഞാൻ കൊണ്ട് തന്ന. അല്ല ഗൾഫ് ലുങ്കി. ആ ലുങ്കിയിൽ പ്രത്യേകത അറിയാം. ഉടുത്തെന്ന് അറിഞ്ഞുകൂടാ, അതാണ് ലുങ്കി. സത്യം. ഉടുത്തെന്ന് അറിയൂല. ആ ലുങ്കി ഉടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ മഹിളാ സമാജത്തിന് പോയി. ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു. അവന്മാരെല്ലാം കൂടി ഞാൻ തുണിയില്ലാത്ത ഇന്നേന് ക്യാസ് കൊടുത്ത് അവസാനം ഈ മഹിളാ സമാജത്തിൽ നിന്ന് ഞാൻ ഉള്ള സമാജവും കൊണ്ട് ഓടി. അത് പോട്ടറാ. നിനക്ക് പോട്ടെന്ന് പറയും. എന്റെ അല്ലേ സമാജം. അങ്ങനെ പറയരുത്. ലുങ്കി പൊളിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് നല്ലൊരു ടോർച്ച് കൊണ്ടു. ഓർമ്മയുണ്ടാ? ടോർച്ച് ഇവിടെ നിന്ന് അടിച്ചോ ലൂലോ അവിടെ വരെ കാണും. കറക്റ്റ്. ഇവിടെ നിന്ന് അടിച്ചാൽ അവിടം വരെ കാണും. അതുപോലെ തന്നെയായിരുന്നു എവന്റെ ലുങ്കിയും. ടെൻഷനിൽ ഞാൻ ഉടുത്തോണ്ട് നിന്നാലേ അതിന്റെ ഇടയിൽ കൂടെ നോക്കിയാ എന്റെ വീട് കാണാം. ഒരു മാമൻ വന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നു, എടാ നിന്റെ കയ്യിലെ അടിയിൽ കൂടെ എന്താ കാണുന്നത്? നിന്റെ വീട്ടിൽ TV ഇല്ലല്ലോ, എന്നിട്ട് എന്തിനാ ആന്റിനെ കാണുന്നതെന്ന്. ഒരു ചട്ടി ഇട്ടോണ്ട് നടന്നിട്ടാ നിനക്ക്. ആ ചട്ടിയല്ലേ നേരത്തെ എമർജൻസി ഇല്ലാത്തോണ്ട് ഞാൻ കത്തിച്ച് കളഞ്ഞത്. കാസറ്റ് വരൂല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറയാം. അടുത്ത പ്രാവശ്യം നീ ഗൾഫിൽ പോകുമ്പോ എന്നെയും കൊണ്ടല്ലാതെ പോകാൻ പറ്റൂല. നിർബന്ധമായിട്ട് എന്നെയും കൊണ്ട് പോയേ പറ്റൂ. നിന്റെ പേരെന്തോന്ന്? എന്റെ പേര് ഭാസ്കരൻ. അല്ലാതെ പാസ്പോർട്ട് ഒന്നും അല്ലല്ലോ നിന്നെയും കൊണ്ട് നിർബന്ധമായിട്ടും പോവാൻ. എടാ എന്റെ വലിയച്ഛൻ ഗൾഫിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഗൾഫിൽ ഇരിക്കുന്നത്. ഓ 10-70 വയസ്സുണ്ടാ വലിയച്ഛന്. എടാ നിനക്ക് കണ്ണിച്ചോറുണ്ടാ ഈ 70 വയസ്സുള്ള വലിയച്ഛനെ ഗൾഫിൽ ഇരുത്തിക്കാൻ. പിന്നെ 90 വയസ്സായ അറബി ഇരിക്കുന്നത് ഗൾഫിൽ. പിന്നെ 70 വയസ്സായ വലിയ ഗൾഫിൽ. അതൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ അറബിയെ ഇടിലോണ് 3 കല്യാണം കഴിച്ചു. അപ്പൊ നിന്റെ അറബി തോറ്റ എന്റെ അപ്പ ജയിച്ചു. എന്റെ അപ്പ 5 കല്യാണം കഴിച്ചിട്ടുണ്ട്. 6ാമത്തെ കല്യാണത്തിന് കൈ പൊക്കിയപ്പോ മറിഞ്ഞു വിടുന്ന മരിച്ചു. ഈ മരിക്കുന്നതിന് മുമ്പേ അമ്മുമ്മേരെ കുറുക്കിൽ അപ്പ എഴുതി വെച്ച്. കുറുക്കിലല്ല, ഒരു കുറിപ്പ് എഴുതി ഏപ്പിച്ച്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവം മെഡിക്കൽ കോളേജിലെ നേഴ്സുമാർക്ക് പഠിക്കാൻ കൊടുക്കണമെന്ന്. ശവം പോലും ആയുധമാക്കിയ ഒരു മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല നിന്റെ അപ്പൂപ്പനെ എങ്ങനെയാണ് മരിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു അപ്പൂപ്പന്റെ മരണ കാരണം? അത് വേറൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ ഞരമ്പ് ഓവർഫ്ലോ അകത്ത് പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മരിച്ചത്. അതൊക്കെ എന്റെ അപ്പൂപ്പായി. ഞാൻ ഗൾഫിൽ ഇരുന്ന സമയത്താണ് എന്റെ അപ്പൂപ്പ മരിക്കുന്നത്. എന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞ് എന്താണെന്നറിയാമോ? എടാ നിന്റെ അപ്പൂപ്പൻ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നു. ഇവന്റെ അപ്പൂപ്പ എങ്ങനെ പ്രകൃതിയിൽ ലയിച്ചു ചേർന്ന് അറിയാമോ? ഇവന്റെ അപ്പൂപ്പന് വെള്ളം അടിച്ചപ്പോ മഴയെടുത്ത് ഭയങ്കര പ്രേമം. അങ്ങനെ നേരെ കുന്നിന്റെ മോളിൽ കയറുന്ന മഴയെ പ്രേമിക്കാൻ മഴയുടെ പിറകെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇടിയും മിന്നലും വന്ന് അടിച്ച് അപ്പൂപ്പ കരിഞ്ഞ കോഴിയെ കണക്ക് ഇങ്ങനെയായി. അല്പം ചാരമെങ്കിലും കിട്ടിയില്ലടാ. ചാരം ഉണ്ടാന്ന് നോക്കാൻ നമ്മൾ പോയി. അതിന്റെ പിറകെ കാറ്റ് വന്ന് ഇതിനെ ഇങ്ങനെ നക്കി എടുത്തോണ്ട് അതും പോയി. അത് വിട്. നീ ഒരു കാര്യം ചെയ്യ്. വേണം എനിക്ക് ആശുപത്രി പോകാൻ, ഡോക്ടറെ കാണണം. നിനക്കെന്തൊരു അസുഖം? എടാ കൊക്കോപ്പുഴിന് ഓപ്പറേഷൻ. കൊക്കോപ്പുഴിന് ഓപ്പറേഷൻ? കൊക്കോപ്പുഴ പോയാ പോയി. എവ എന്തിനു പോണത്? എടാ കൊക്കോപ്പുഴ എന്റെ വയറ്റിലാണ് കിടക്കുന്നത്. ഡോക്ടർ പറഞ്ഞു 70,000 രൂപയാവും എന്റെ വയറ്റിൽ കിടക്കണ കൊക്കോപ്പുഴ പുറത്തെടുക്കാനെന്ന്. 70,000 രൂപ ഒന്നും വേണ്ട. പിന്നെ 7 ദിവസം കൊണ്ട് ഈ കൊക്കോപ്പുഴിനെ ഞാൻ വെളിയിറക്കി തരാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. 6 ദിവസം നീ ആപ്പിള് കഴിക്കണം. 7 നീ മുന്തിരിഞ്ഞ കഴിക്കണം. അപ്പോ കൊക്കോപ്പുഴു
വെളിയിറങ്ങി വന്നിട്ട് ചോദിക്കും ഇന്ന് ആപ്പിളല്ലേ, അപ്പൊ തൂക്കിയെടുത്ത് തറയിട്ടിട്ട് ഇങ്ങനെ ചവിട്ടങ്ങ് ഏതൊന്നും നോക്കണത്. നേരത്തെ മലയിലെ മുകളിൽ നിന്ന് തീ വന്നടാ, അതിൽ ഈ കോമഡി കൂടെ അവളെ ശബ്ദം ഞാനൊന്ന് കേക്കട്ടെ. എന്റെ സിന്ധുവിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. നിനക്കറിയാമോ സിന്ധുവിന് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്തെന്ന് അറിയാമോ? ഈ കഥ നടക്കുന്നത് കേരളത്തിലെ വീട് രാജപ്പന്റെ അമിട്ടായിപ്പോയി. അവളെ ബന്ധുക്കളാരെങ്കിലും അറിഞ്ഞാ? അയ്യോ, അവരെ ബന്ധുക്കളെന്ന് പറഞ്ഞാല് 3 മാവന്മാരും ഡൗന്മാരെ കാണണം. ഞണ്ടുകളും വണ്ടുകളും തെണ്ടുകളും ഞൊണ്ടികളും കുണ്ടുകളും തൊണ്ടുകളും മണ്ടയില്ലാത്ത തെങ്ങുകളും ഏകദേശം ഇതുപോലെയാണ് അവന്മാര്. അയ്യോ, അവൾ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കൊല്ലൂടാ. അവളെ അച്ഛനെ നാട്ടുകാർ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരുണ്ട്. ഈ ഗ്രാമത്തിലെ ഏക വെടിക്കെട്ടുകാരനാണ് പടക്കം പപ്പനാവൻ. കാസറ്റ് മാറി. ഇല്ല, ഞാൻ ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്ത് നിൽക്കുന്നത്. നിനക്കറിയാമോ അവളെ പ്രസവിച്ചിട്ട് അന്ന് മുതൽ അവളെ അച്ഛൻ ഈ നാട്ടിൽ മൊത്തം പാടിക്കൊണ്ടിരുന്ന പാട്ടേതെന്നറിയാമോ? നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, വീട്ടിൽ പിറന്നുവല്ലോ, അച്ഛന്റെ കട്ടുണ്ടല്ലോ അമ്മയുടെ കട്ടുണ്ടല്ലോ, ആഫുവീരം രണ്ടും ആഫുവീരം. ചേട്ടനയച്ച ശബ്ദരേഖ ഞാൻ കേട്ടു കേട്ടോ. കണ്ട എങ്ങനെയുണ്ട്? ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ അമട്ടിന്റെ ഏതോ ഒരു സ്ഥലത്തുണ്ടെന്ന്. സോറിയുടെ അടിച്ചുപോയി. ചുമ്മായിട്ട് അടിച്ചു. ബാക്കിയും കൂടെ ഇട്. നാളെ നമുക്ക് എവിടെ വെച്ച് കാണാന്നറിയോ? ചൈനീസ് ഭാഷയിൽ അവളെ അച്ഛൻ വെള്ളത്തിൽ പോയി കൊല്ലണമെന്നാണ് അവളെ. അപ്പൊ ചേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ വെച്ച് കാണുന്നു. പിന്നെ ഓർമ്മയുണ്ടല്ലോ ഉമ്മ. കിട്ടിയല്ല, ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ച് കാണുന്നു, ഉമ്മ തരുന്നു. എവിടോ ചുമ്മാ തരും? ചുണ്ടു വെച്ചല്ലേ നമ്മൾ ഉമ്മ കൊടുക്കണം. ഇങ്ങനെ അതല്ല, യാതൊരു സ്ഥലത്തോ ചുമ്മാ തരും. സ്ഥലമൊക്കെ നീ തീരുമാനം, ഞാൻ പറഞ്ഞ മോശമല്ലേ. ഈ കാസറ്റിൽ എവിടെ സ്ഥലമൊന്നും ഇതിലെവിടെയാണെന്ന് വായിച്ചു നോക്കണം. അവൾ എവിടെ ചുമ്മാ വരും. അതെന്താ അങ്ങനെ കരയുന്നത്? കാസറ്റ് കുരുങ്ങിയ ഇങ്ങനെ കരയാൻ പറ്റൂ. ഈശ്വരാ. കോമഡി